ഹായ് മക്കളെ, നമസ്കാരം. ഫാൽക്കണസ് പിസിയുടെ യൂട്യൂബ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഉബൈദ് ആദിനാണ്. നമ്മളെ ഇന്ന് വന്നിരിക്കുന്നത് ഇപ്പൊ ശനിയാഴ്ച ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന്റെ എക്സാം നടക്കാൻ പോവുകയാണ്. അപ്പോൾ അതൊരു 12th ലെവല് അല്ലെങ്കിൽ +2 ലെവല് എക്സാം ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ റീസെന്റിൽ നടന്നിട്ടുള്ള ഒരു 12th ലെവൽ എക്സാമിന് അല്ലെങ്കിൽ +2 ലെവൽ എക്സാമിന്റെ ഒരു ക്വസ്റ്റ്യൻസ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 12th ലെവൽ എക്സാമിന് അല്ലെങ്കിൽ +2 ലെവൽ എക്സാമിനുകൾക്ക് വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് ഏകദേശമൊക്കെ ഒരേ പാറ്റേൺ ഒക്കെ തന്നെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇന്ന പാറ്റേൺ എന്നുള്ള വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ എല്ലാം അതേ ലെവലിൽ തന്നെ ആയിരിക്കും. ഇപ്പൊ നിങ്ങൾ നോക്കിയാൽ ഒരു LGS ലെവൽ വരുന്ന പരീക്ഷയ്ക്ക് LGS ആ ഒരു ലെവലിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ ആയിരിക്കും നടക്കുന്നത്. അതുപോലെ +2 ലെവൽ വരുമ്പോൾ +2 ലെവലിൽ നിന്ന് ഏകദേശം എല്ലാ പരീക്ഷയ്ക്കും ഒക്കെ ഓരോ പാറ്റേൺ ഒക്കെ തന്നെ ഏകദേശം പാറ്റേൺ ഒക്കെ അതേപോലെയൊക്കെ തന്നെ ആയിരിക്കും വരുന്നത്. കുറച്ച് ക്വസ്റ്റ്യൻസ് എടുത്തു നോക്കാമെങ്കിൽ എല്ലാം ഒരേ പാറ്റേൺ ഒക്കെ തന്നെ ആയിരിക്കും വരുന്നത് ക്വസ്റ്റ്യൻസ്. ഓക്കെയാണ്. അതേപോലെ തന്നെ ഇപ്പോഴും ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന ഒരു +2 ലെവൽ എക്സാമിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഏകദേശം ഇതിനായിട്ട് സമാനമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ നടക്കാൻ പോകുന്ന ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർക്കും പ്രതീക്ഷിക്കാം. ഓക്കെ ആണല്ലോ. അപ്പൊ അടുത്ത് നടക്കുന്ന പരീക്ഷ ആയതുകൊണ്ട് നമുക്ക് നമ്മൾ ഫയർ വുമന്റെ ക്വസ്റ്റ്യൻ ആണ്, പിന്നെ 10 മാത്സ് ആൻഡ് മെന്റബിലിറ്റി ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ ഡിസംബർ 6-ാം തീയതിയാണ് എക്സാം നടന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഡിസംബർ 6 എന്ന് പറയുമ്പോൾ കുറച്ച് ദിവസമേ പരീക്ഷ നടന്നിട്ട്, അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സമയം കളയുന്നില്ല, നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനകത്ത് പറയുന്നത് 5.4 ഇൻറ്റു 0.24 ഇൻറ്റു 3.5 ഡിവൈഡഡ് ബൈ 0.14 ഇൻറ്റു 0.4 ഇൻറ്റു 1.8. ഇതാണ് ക്വസ്റ്റ്യൻ നടക്കുന്നത്. സിമ്പിൾ ക്വസ്റ്റ്യൻ, വളരെ സിമ്പിൾ ആയിട്ട് എളുപ്പത്തിൽ നമുക്ക് ചെയ്യാം. ഞാൻ ആദ്യം ഇതങ്ങോട്ട് എഴുതുക. അതാണ്ട് നോക്കിക്കോണേ. 5.4 ഇൻറ്റു അതേപോലെ 0.24 ഇൻറ്റു 3.5 the whole divided by 0.14 ഇൻറ്റു 0.4 ഇൻറ്റു ആണല്ലോ 1.8. ഇതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. സിമ്പിൾ, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇത് ചെയ്യാം. നമ്മൾ ആദ്യം ഇത് ചെയ്യേണ്ട പരിപാടി എന്തോന്നറിയോ? ഇപ്പൊ ആദ്യം ഇതിന്റെ എല്ലാം പോയിന്റ് അങ്ങ് മാറ്റണം. പോയിന്റ് മാറ്റിയിട്ട് വേറെ നമ്പർ മാത്രം അങ്ങ് എഴുതി വെച്ചാൽ മതി. മനസ്സിലാവുന്നുണ്ടല്ലോ. പോയിന്റ് മാത്രം എഴുതുക. എഴുതിയിട്ട് ശേഷം നമ്മൾ എന്ത് ചെയ്യാം? നമ്പർ മാത്രം എഴുതുക. പോയിന്റ് മാറ്റിയിട്ട് നമ്പർ മാത്രം എഴുതാന്ന് വെച്ചാൽ 54 ഇൻറ്റു 24 ഇൻറ്റു 35 ഡിവൈഡഡ് ബൈ അതേപോലെ തന്നെ 14 ഇൻറ്റു 4 ഇൻറ്റു 18. ഇത്രയും എഴുതാം. ഇത്ര എഴുതുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇത്രയും കാര്യം എഴുതുന്നത് വളരെ സിമ്പിൾ ആണ്. ഇനി എന്താണ് നമ്മൾ ഇത് ചെയ്യുന്നത്? നിങ്ങൾ ആദ്യം നോക്കുക. പോയിന്റ് കഴിഞ്ഞിട്ട് മുകളിൽ എത്ര സ്ഥാനം ഉണ്ടോ നോക്കിയിട്ട്. ഇവിടെ പോയിന്റ് കഴിഞ്ഞ് 1, ഇവിടെ 2, ഇവിടെ 1. അപ്പൊ മൊത്തം എത്ര? 1, 2, 3, 4. മുകളിൽ പോയിന്റ് കഴിഞ്ഞിട്ട് 4 സ്ഥാനം. ഓക്കെ ആണല്ലോ. പോയിന്റ് കഴിഞ്ഞ മുകളിൽ 4 സ്ഥാനം. ഇനി താഴെ നോക്കി എത്ര നോക്കി. പോയിന്റ് കഴിഞ്ഞ് 1, 2, ഇവിടെ 1, ഇവിടെ 1. മനസ്സിലായോ? ഇപ്പൊ 2, 1, 3, 1, 4. മുകളിലും 4 സ്ഥാനം, താഴെയും 4 സ്ഥാനം. ക്ലിയർ ആവുന്നുണ്ടല്ലോ. അപ്പൊ പോയിന്റ് കഴിഞ്ഞിട്ട് മുകളിലുള്ള സ്ഥാനവും താഴെയുള്ള സ്ഥാനവും തുല്യമാണ് എങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല. വളരെ എളുപ്പത്തിൽ ക്വസ്റ്റ്യൻ ചെയ്ത് മാറ്റാൻ പറ്റും. ഓക്കെ ആണല്ലോ. ഇനി മുകളിലുള്ളത് എവിടെയെങ്കിലും കുറവുണ്ടോ എന്ന് നോക്കണം. മുകളിലും താഴെ എവിടെയെങ്കിലും കുറവുണ്ടെങ്കിൽ എവിടാണോ കുറവുള്ളത് അവിടെ എത്ര സ്ഥാനത്തിനാണോ കുറവുള്ളത് അത്രയും 0 ഇങ്ങോട്ട് കൊടുത്താൽ ഇതേപോലെ സംഖ്യ കൊണ്ട് എഴുതിട്ട്. ഇപ്പൊ മുകളിൽ 4, താഴെ 5. മുകളിൽ 4 സ്ഥാനമേ ഉള്ളൂ പോയിന്റ്, താഴെ 5 സ്ഥാനത്തിന് പോയിന്റ് ഉണ്ട്. അപ്പൊ കുറവ് എവിടെ? മുകളിൽ 4 ഉള്ളൂ. അപ്പൊ ഒരു സ്ഥാനത്തിന്റെ കുറവില്ല. അപ്പൊ മേളിൽ ഒരു 0 കിട്ടും കൊടുത്താൽ അപ്പൊ അല്ലെ ഇൻറ്റു 10 എഴുതിയാൽ മതി. ഇനി മുകളിൽ 6 സ്ഥാനം, താഴെ 4 സ്ഥാനമേ ഉള്ളൂ. ഓക്കെ, പോയിന്റ് കഴിഞ്ഞിട്ട് താഴെ 4 സ്ഥാനം, മുകളിൽ 6 സ്ഥാനം. അപ്പൊ താഴെ എവിടെ? കുറവ് എവിടെന്ന് വെച്ചാൽ താഴെയാണ്. എത്ര സ്ഥാനം? 2 സ്ഥാനത്തിന്റെ കുറവാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ 2 പൂജ്യമുള്ള സംഖ്യ ഒരു 100 താഴെ കൊണ്ട് ഗുണിച്ചു കൊടുത്ത് വെച്ചാൽ മതി. അപ്പൊ എവിടാണോ കുറവ് അവിടെ എത്ര സ്ഥാനത്തിന്റെ കുറവാണോ ഉള്ളത് അത്രയും 0 അവിടെ കൊണ്ട് ഗുണിച്ചു കൊടുത്താൽ മതി. ഇവിടെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. മുകളിലും 4 സ്ഥാനം, താഴെ 4 സ്ഥാനം. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? പ്രത്യേകിച്ച് മേളിലും താഴെ ഒന്നും ഗുണിക്കൊന്നും വേണ്ട. ആ നമ്പർ അങ്ങ് എഴുതിയാൽ മതി. ഇനി നമ്മൾ ഇതിനെ അങ്ങോട്ട് വെട്ടി അങ്ങ് നിരത്തുക. അത്രേ ഉള്ളൂ. അതാണ്ട് നോക്കിയോ? നമ്മൾ എത്ര വെച്ചാൽ വെട്ടാൻ പോകുന്നത് നോക്കിക്കോണം. ഇവിടെ 18 വെച്ച് വെട്ടോ. ഒരു 18, 3 18 54. ഒരു 18, 2 18 36, 3 18 54. ഓക്കെ, ഇനി ഞാൻ അടുത്ത എത്ര? 7 വെച്ച് ഞാൻ അങ്ങ് വെട്ടാൻ പോകും. 7 വെച്ച് വെട്ടുമ്പോൾ 7 14, 7 35. ഓക്കെ ആണല്ലോ. 7 14, 7 35. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ ഇവിടെ എത്ര വെട്ടാൻ പോകുന്നത്? ഇനി വെട്ടുന്ന വെച്ചാൽ 4 വെച്ച് വെട്ടാം. ഒരു 4 4, 6 4 24, 6 4 24. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനി നമുക്ക് എത്ര വെച്ച് വെട്ടാം? ഓക്കെ,
2 വെച്ചിട്ട് 1 2 2 3 2 6 ഓക്കെ അല്ല വേണ്ടേ 3 3 9 9 5 45. അപ്പൊ ഇത് ഗുണിച്ചാൽ മതി 3 9 9 ഗുണം 5 45. നമ്മുടെ ഇതിന്റെ ഫൈനൽ ആൻസർ എന്ന് പറഞ്ഞാൽ 45 ആണ്. അപ്പൊ എന്താണ് ആദ്യം നമ്മൾ 54നെ 18 വെച്ച് കിട്ടുമ്പോൾ 3 18 54 ഓക്കെ ആണല്ലോ. 35നെ 7 വെച്ച് കിട്ടുമ്പോൾ 2 7 14 7 35. ഇനി 24നെ 4 വെച്ചിരിക്കുമ്പോൾ 6 4 24. ഈ 6നെ 2 വെച്ചിരിക്കുമ്പോൾ 3 കിട്ടും. 3 9 9 5 45. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ബി ഓപ്ഷൻ ആണ്. ഇതിന്റെ ആൻസർ എന്ന് 45 എന്ന് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? വളരെ സിമ്പിൾ ആണ്, വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്ത് മാറ്റാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ഓക്കെ, നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് അങ്ങ് പോയാലോ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ നോക്കിക്കോ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഇത് പക്ഷേ ശകലം സമയം എടുക്കുന്ന ക്വസ്റ്റ്യൻ. സിമ്പിൾ ആണ്, കാര്യമൊന്നുമില്ല, വളരെ എളുപ്പമാണ്. ക്വസ്റ്റ്യൻ വായിച്ചെടുക്കുക, പ്രസ്താവന ക്വസ്റ്റ്യൻ ആണ്, കാര്യമൊന്നുമില്ല. നമുക്ക് എളുപ്പത്തിൽ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്ത് മാറ്റാം. അതാ നോക്കിക്കോ. ഒന്നാമത് പറയുന്നത് A, B, C, D, E എന്നിവ സംഖ്യകളും എയുടെ ബി ശതമാനം സിയുടെ ബി ശതമാനവും എയുടെ ബി ശതമാനം സിയും ബിയുടെ എ ശതമാനം ഡിയും. കറക്റ്റ്. ഓക്കെ, ബിയുടെ എ ശതമാനം ഡിയും എയുടെ 2 മടങ്ങിന്റെ ബി ശതമാനം ഇയും ആയാൽ താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. കാര്യമൊന്നുമില്ല, സിമ്പിൾ ആണ്, കാര്യമൊന്നുമില്ല. നമുക്കൊന്ന് വായിച്ചു ഒന്നുകൂടെ നോക്കാം. A, B, C, D, E ഇവയെല്ലാം എന്താണ്? സംഖ്യകളാണ്. ഇനി എന്താണ് പറയുന്നത്? എയുടെ ബി ശതമാനം സിയും അതേപോലെ ബിയുടെ എ ശതമാനം ഡിയുമാണ്. മനസ്സിലായല്ലോ? ഡിയുമാണ്. അത്രയും വരെ നമുക്ക് ചെയ്യാം. ആദ്യം എവിടെ ചെയ്യാം? എയുടെ ബി ശതമാനം സിയും ബിയുടെ എ ശതമാനം ഡിയും അവിടെ വരെ നമുക്ക് ചെയ്യാം. അത്ര ആദ്യം ചെയ്യാലോ. ഓക്കെ, നമുക്ക് ആദ്യം ചെയ്യാം. എയുടെ ബി ശതമാനം എയുടെ ഇന്ത്യയുടെ കൊടുത്ത ഗുണനച്ചനി എയുടെ ആരാണ്? ബി ശതമാനത്തിന് താഴെ എപ്പോഴും ഉണ്ടല്ലോ, 100 ഉണ്ടല്ലോ. ബി ശതമാനം എന്ന് പറയുന്നത് എയുടെ ബി ശതമാനം എന്ന് പറയുന്നത് സിയും എയുടെ ബി ശതമാനത്തിന് താഴെ എപ്പോഴും 100 ഉണ്ട്. എയുടെ ബി ശതമാനം എന്ന് പറയുന്നത് സിയും അതേപോലെ തന്നെ ബിയുടെ അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കണ്ടീഷൻ പറയാ. ബിയുടെ അപ്പൊ ഇവിടെ എഴുതാം ബിയുടെ എ ശതമാനം എ എന്ന് പറയുമ്പോൾ താഴെ 100 ആണല്ലോ, ശതമാനം പറഞ്ഞ താഴെ ബിയുടെ എ ശതമാനം എന്തുമാണ്? ഡിയുമാണ്. ബിയുടെ എ ശതമാനം ഡിയുമാണ്. ഓക്കെ ആണല്ലോ? അത്രയും കാര്യം ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്ക് നോക്കാം. എയുടെ ബി ശതമാനം സിയുമാണ്, ബിയുടെ എ ശതമാനം ഡിയുമാണ്. ഇത്രയും ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, അപ്പൊ എ ഗുണം ബി എന്തുവാ? എ ഗുണം ബി എ ബി എന്ന് പറയുന്നത് AB/100 എന്ന് പറയുന്നത് നമുക്ക് എന്ത് എഴുതാം? സി എന്ന് കൊടുക്കാം. അതേപോലെ ബി ഇൻറ്റു എ എന്ന് വെച്ചാൽ ബി എ അല്ലയോളൂ. ബി എന്ന് എഴുതിയാലും എ ബി എന്ന് എഴുതിയാലും തുല്യമാണ്. കാരണം 2 ഇൻറ്റു 3 എന്ന് എഴുതിയാലും 6, 3 ഇൻറ്റു 2 എന്ന് എഴുതിയാലും 6, രണ്ടും ഒന്ന് തന്നെ. അപ്പൊ എയെ ബി കൊണ്ട് ഗുണിച്ചാലും ബി എ കൊണ്ട് ഗുണിച്ചാലും ഒരു ഉത്തരം തന്നെ കിട്ടത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് ബി ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു ബി എന്ന് എഴുതിയാലും കുഴപ്പമില്ല. അപ്പൊ ഞാൻ എഴുതുക AB/100 എന്ന് പറയുന്നത് ഡിയുമാണ് എന്നല്ലേ എഴുതിയേക്കുന്നത്. AB/100 എന്ന് പറഞ്ഞാൽ ഡിയുമാണ്. ഓക്കെ, അപ്പൊ നോക്കിയേ. അപ്പൊ AB/100 എന്ന് പറയുന്ന സിയുമാണ്, AB/100 എന്ന് പറയുന്നത് ഡിയുമാണ്. മനസ്സിലായോ? അപ്പൊ AB/100 ഉള്ളിടത്തെല്ലാം നമുക്ക് എന്ത് കൊടുക്കാം? സിയും കൊടുക്കാം. AB/100 ഉള്ളിടത്തെല്ലാം ഡിയും കൊടുക്കുക. അപ്പൊ AB/100 തുല്യമാണ് സി, AB/100 തുല്യമാണ് ഡി. അപ്പൊ ഈ സിയും ഡിയും തുല്യമല്ലേ? സിയും ഡിയും തുല്യമാണ്. അപ്പൊ നമുക്ക് എന്താ എഴുതാം? സി ഈക്വൽ ടു ഡി എന്ന് കൊടുക്കാം. സി ഈക്വൽ ടു ഡി. കാര്യം എന്താ? സിയുടെ വില AB/100, ഡിയുടെ വില AB/100. അപ്പൊ സിയും ഡിയും തുല്യമാണ്. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ എന്താണ് ഒന്നുകൂടെ പറയാ? AB/100 എന്ന് പറയുന്നത് സി ആണ്, AB/100 എന്ന് പറയുന്നത് ഡി ആണ്. അപ്പൊ സിയുടെ വില 10 ആണെങ്കിൽ ഡിയുടെ വിലയും 10. അപ്പൊ 10ഉം 10ഉം തുല്യമല്ലേ? അപ്പൊ സിയുടെയും വില ഇത് തന്നെയാണ്, ഡിയുടെയും വില ഒന്ന് തന്നെയാണെങ്കിൽ സിയും ഡിയും തുല്യമല്ലേ? നമ്മൾ ഇനി പ്രത്യേകിച്ച് ചെയ്യേണ്ടല്ലോ. അപ്പൊ അവർ പറഞ്ഞേക്കുന്ന ഒന്നാമത്തെ പ്രസ്താവന എന്ന് പറഞ്ഞാൽ സി ഈക്വൽ ടു ഡി എന്ന് പറയുന്നത് ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ്. അപ്പൊ സി ഈക്വൽ ടു ഡി എന്ന് പറയുന്നത് ഒന്നാമത്തെ പ്രസ്താവന എന്ന് പറയുന്നത് ശരിയാണ്. ഇനി എന്താണ് രണ്ടാമത്തെ പ്രസ്താവനയിലേക്ക് നമുക്ക് പോകാം. രണ്ടാമത്തെ പ്രസ്താവന എന്താണ് പറയുന്നത്? ഓക്കെ, എയുടെ 2 മടങ്ങ് ബി ശതമാനം, എയുടെ 2 മടങ്ങിന്റെ ബി ശതമാനം ഇ ആണ്. എയുടെ 2 മടങ്ങിന്റെ, ഇതാ ശ്രദ്ധിച്ചോണം, ഇതാ നോക്കിക്കോണം. ഇതിന്റെ ബാലൻസ് രണ്ടാമത്തെ കണ്ടീഷൻ നമ്മൾ എഴുതുന്നത് എയുടെ 2 മടങ്ങ് എയുടെ
2 മടങ്ങ് എന്ന് വെച്ചാൽ 2 കൊണ്ട് ഇൻറ്റു ചെയ്യുക. എയുടെ 2 മടങ്ങ്. ഓക്കെ ആണല്ലോ. എയുടെ 2 മടങ്ങിന്റെ ബി ശതമാനം, എയുടെ 2 മടങ്ങിന്റെ ബി ശതമാനം, മനസ്സിലായോ? ശതമാനത്തിന് താഴെ എപ്പോഴും എന്തുണ്ട്? 100 ഉണ്ടല്ലോ. എയുടെ 2 മടങ്ങിന്റെ ബി ശതമാനം, എയുടെ 2 മടങ്ങിന്റെ ബി ശതമാനം എന്ന് പറയുന്നത് ഇ ആണെന്നാണ് അവർ പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? എയുടെ 2 മടങ്ങിന്റെ ബി ശതമാനം ഇയുമാണ്. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പൊ എന്നിട്ട് എ ഗുണം ബി, എയും ബിയുടെ ഗുണിക്കാല്ലോ. എ ഗുണം ബി എ ബി അല്ല. അപ്പൊ 2 ഇൻറ്റു ആദ്യം നമ്പർ ഞാൻ എഴുതി. 2 ഇൻറ്റു എ ഗുണം ബി എന്ന് വെച്ചാൽ എന്താ എഴുതാണ്? എ ബി ബൈ 100 ഈക്വൽ ടു ഇ എന്ന് കൊടുക്കാമല്ലോ. ഇത്രയും കൊടുക്കാമല്ലോ. അപ്പൊ ആദ്യം ഞാൻ 2 എഴുതി, നമ്പർ ആദ്യം എഴുതി, പിന്നെ വേരിയബിൾസ് എഴുതി. എ ഇൻറ്റു ബി എന്ന് വെച്ചാൽ എ ബി ബൈ 100 എന്ന് പറഞ്ഞാൽ ഇ എന്ന് എഴുതാമല്ലോ. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനി നമ്മൾ എന്താണ് പറയുന്നത്? എ ബി ബൈ 100 എന്ന് പറയുന്നത് ഇവിടെ എഴുതി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. നോക്കിക്കോ. എ ബി ബൈ 100 എന്ന് പറഞ്ഞാൽ എന്തിനു തുല്യമാ? സിക്കും തുല്യമാ. എ ബി ബൈ 100 എന്നുള്ളത് എന്താണ്? ഡിക്കും തുല്യമാണ്. ക്ലിയർ ആവുന്നുണ്ടോ? ഇപ്പൊ എ ബി ബൈ 100 എന്നുള്ളത് എന്താണ്? സിക്കും തുല്യമാണ്. എ ബി ബൈ 100 എന്നുള്ളത് എന്താണ്? ഡിക്കും തുല്യമാണ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഒന്നെങ്കിൽ എ ബി ബൈ 100 മാറ്റിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സി കൊടുക്കാം. കാര്യം എന്താ? എ ബി ബൈ 100 തുല്യമായിട്ടുള്ള വിലയാണ് സി. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ? ഈ എ ബി ബൈ 100 മാറ്റിയിട്ട് പകരം എന്ത് കൊടുക്കുക? ഡി കൊടുക്കുക. ഡിയുടെ വില എ ബി ബൈ 100 തന്നെയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൊടുക്കുക. അപ്പൊ നമ്മൾ ഏതാണ് കൊടുക്കാൻ പോകുന്നത് എന്നുള്ള ആദ്യം നോക്കാം. ഇവിടെ അവർ തന്നിരിക്കുന്ന കണ്ടീഷൻ നോക്കണം. സി പ്ലസ് ഡി എന്ന് പറഞ്ഞാൽ ഇ ആണെന്ന് പറയണോ? സി പ്ലസ് ഡി എന്ന് പറയുന്നത് ഇ ആണ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ സി വേണേലും കൊടുക്കുക, എന്തുകൊണ്ട് എടുക്കുക? ഡി വേണേലും കൊടുക്കുക. ഞാൻ ആദ്യം കിടക്കുന്ന സി ആയതുകൊണ്ട് ഞാൻ സി എന്ന് കൊടുക്കുക. ആദ്യം കിടക്കും. ഇപ്പൊ നിങ്ങൾക്ക് ഡി ആണ് ആദ്യം കിടക്കുന്ന, ഒരു കുഴപ്പമില്ല. ഇഷ്ടമുള്ള കൊടുക്കുക, ഒരു കുഴപ്പമില്ല. ഞാനങ്ങ് കൊടുക്കാൻ പോവാ. അവിടെ 2 ഇൻറ്റു എ ബി ബൈ 100, എ ബി ബൈ 100 തുല്യമായിട്ടുള്ള വിലയാണ് സി. അപ്പൊ ഞാൻ എ ബി ബൈ 100 മാറ്റിയിട്ട് ഞാൻ സി കൊടുത്തു. സി ഈക്വൽ ടു ഇ എന്ന് കൊടുക്കാം. സി ഈക്വൽ ടു ഇ. ഇത്ര ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പൊ ഇത് മാറ്റിയിട്ട് സി ഈക്വൽ ടു ഇ എന്ന് കൊടുത്തു. ഇനി എന്താണ് പറയുന്നത്? ഇനി എന്താ? സി എന്ന് വെച്ചാൽ 2c. 2 ഇൻറ്റു സി എന്ന് വെച്ചാൽ 2c. 2c 2 പ്രാവശ്യം സി എന്നുള്ളത് 2c. 2c എന്ന് പറയുന്നതല്ലോ ഈ 2c എന്ന് വെച്ചാൽ സി പ്ലസ് സി അല്ലയോ? സി പ്ലസ് സി അല്ലയോടോ? 2c. ഒരു സിയുടെ കൂട്ടുന്നല്ലോ 2c അല്ലയോടോ? സി പ്ലസ് സി അല്ലയോ? 2c. സി പ്ലസ് സി, സി എ പ്ലസ് സി. അപ്പൊ ഞാൻ ഒരു സി പ്ലസ് സി എന്ന് പറയുന്നത് ഇ എന്നും കൊടുത്തു. സി പ്ലസ് സി എന്ന് പറയുന്നത് കൊടുത്തോടോ? ഇ എന്നും കൊടുത്ത്. ക്ലിയർ ആവുന്നുണ്ട്? സിയും സിയും കൂടെ കൂട്ടുന്നതാണ് ഇ. ഇനി നമ്മൾ ഇവിടെ വേറൊരു കാര്യം കണ്ടുപിടിച്ച് വെച്ചിട്ടില്ലടോ. സിക്ക് തുല്യമാണ് ഡി. സി എവിടെ ഉണ്ടോ അവിടെ എല്ലാം ഡി കൊടുക്കുക. ഡി എവിടെ ഉണ്ടോ അവിടെ എല്ലാം സി കൊടുക്കുക. ഓക്കെ ആണല്ലോ? അപ്പൊ ഞാൻ എഴുതി, ആദ്യം സി എഴുതി, പ്ലസ് ഈ സിക്ക് തുല്യമാണ് എന്ത്? ഡി. സിക്ക് തുല്യമാണ് ഡി. സിക്ക് തുല്യമായിട്ടുള്ള വിലയാണ് ഡി. ഈക്വൽ ടു ഇ എന്ന് കൊടുക്കുക. അവരെന്താ പറഞ്ഞ? സി പ്ലസ് ഡി എന്ന് പറഞ്ഞ ഇ ആണെന്ന് പ്രൂവ് ചെയ്യാനല്ലേ പറഞ്ഞേക്കുന്നത്. സിയും ഡിയുടെ കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇ. അപ്പൊ 2c എന്ന് പറഞ്ഞാൽ സി പ്ലസ് സി ആ. അപ്പൊ ഒരു സി പ്ലസ് അടുത്ത സിക്ക് പറഞ്ഞാൽ എന്താ? സിയുടെ വാല്യൂ ഡി ആണ് കൊടുത്താൽ സി പ്ലസ് ഡി എന്ന് പറയുന്നത് ഇ ആണ്. അവർ പറയുന്നത് രണ്ടാമത്തെ പ്രസ്ഥാന സി പ്ലസ് ഡി ഇക്വൽ ടു ഇ ആണെന്ന് തെളിയിക്കണമെന്നല്ലേ പറഞ്ഞേക്കട്ടെ. അപ്പൊ 2c എന്ന് പറയുന്നത് ഇ ആണ്, സി പ്ലസ് സി എന്ന് പറയുന്നത് ഇ ആണ്, ഡി പ്ലസ് ഡി എന്ന് പറയുന്നത് ഇ ആണ്. അതേപോലെ തന്നെ സി പ്ലസ് ഡി എന്ന് പറയുന്നത് ഇ ആണ്. കാര്യം എന്താണെന്നറിയോ? ആണ്ടെ സിയും സിയും കൂടെ കൂട്ടുന്നത് നമുക്ക് ഇ കിട്ടും. അതേപോലെ ഡിയും കൂടെ കൂട്ടുന്നത് നമുക്ക് എന്ത് കിട്ടും? ഇയും കിട്ടും. സിയും ഡിയും കൂടെ കൂട്ടുന്നത് നമുക്ക് ഇ കിട്ടും. കാര്യം എന്താണെന്നറിയോ? സിക്ക് തുല്യമായിട്ടുള്ള വിലയാണ്, സിക്ക് തുല്യമായിട്ടുള്ള വിലയാണ് ഡി, ഡിക്ക് തുല്യമായിട്ടുള്ള വിലയാണ് സി. അപ്പൊ സി ഒക്കെ എവിടെ ഉണ്ടോ അവിടെ എല്ലാം ഡിയും കൊടുക്കാം, ഡി എവിടെ ഉണ്ടോ അവിടെ എല്ലാം സിയും കൊടുക്കാം. മനസ്സിലായല്ലോ? അപ്പൊ ഒരു സിയുടെ കൂട്ടുമ്പോൾ 2c. അതേപോലെ സി എന്ന് പറയുന്നത് ഇ ആണ്. ഒരു സിയുടെ കൂട്ടിയാൽ ഇ കിട്ടും. പകരം ഒരു ഡിയുടെ കൂട്ടിയാൽ ഇ കിട്ടും. കാര്യം സിയും ഡിയും തുല്യമാണ്. സിയും ഡിയും കൂട്ടിയാൽ ഇ തന്നെ കിട്ടും. അവർ പറഞ്ഞേക്കുന്നത് സി പ്ലസ് ഡി എന്ന് പറയുന്നത് ഇ ആണെന്ന് പ്രൂവ് ചെയ്യാനാണ് അവർ പറഞ്ഞേക്കുന്നത്. ഓക്കെ, നമ്മുടെ രണ്ടാമത്തെ പ്രസ്താവനയും ശരിയാണ്. അപ്പൊ ഇവിടെ പറഞ്ഞേക്കുന്ന പ്രസ്താവന പ്രസ്താവന 1 ശരി 2 തെറ്റല്ല. പ്രസ്താവന 1 തെറ്റ് 2 ശരിയല്ല. ഓക്കെ, പ്രസ്താവന 2ഉം ശരിയാണ്. സി ഓപ്ഷനാണ് ആൻസർ. പ്രസ്താവന 2 പ്രസ്താവനകളും ഇവിടെ ശരിയാണ്. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ ആണല്ലോ? ഓക്കെ, നേരെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് അങ്ങ് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ നമ്മൾ സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അത് കമന്റ് ചെയ്തേക്കണം. ഓക്കെ, നമുക്ക് സമയം കളയല്ല, നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് അങ്ങ് പോവാം. മണിക്കൂറിൽ 90 കിലോമീറ്റർ വേഗതയിൽ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് മണിക്കൂറിൽ 110 കിലോമീറ്റർ വേഗതയിൽ തിരിച്ചും സഞ്ചരിച്ചാൽ
തീവണ്ടിയുടെ ശരാശരി വേഗത എത്ര? മനസ്സിലായോ? തീവണ്ടിയുടെ ശരാശരി. ഇപ്പൊ സഞ്ചരിച്ച രണ്ട് ദൂരങ്ങൾ തുല്യമാണ്. ഓക്കെ ആണല്ലോ? ഓക്കെ, ഒന്ന് തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡും, ഒന്ന് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തല്ലേ? അപ്പൊ ഓക്കെ, കാസർഗോഡ് നിന്ന് എങ്ങോട്ടാ പോയേക്കുന്നത്? തിരുവനന്തപുരത്തേക്കുമാണ് പോയേക്കുന്നത്. തിരിച്ച് തിരുവനന്തപുരത്ത് നിന്ന് അയാൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് കാസർഗോഡോട്ട് വന്നിരിക്കുന്നത്. അപ്പൊ സഞ്ചരിച്ച രണ്ട് ദൂരങ്ങൾ തുല്യമാ. കാസർഗോഡ് തിരുവനന്തപുരം വരെ പോയ ദൂരവും തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് വരെ പോയ ദൂരവും തുല്യമല്ലോടോ. സഞ്ചരിച്ച രണ്ട് ദൂരങ്ങൾ തുല്യമായാൽ ശരാശരി വേഗത കണ്ടുപിടിക്കാൻ ഇക്വേഷൻ നമുക്കറിയാമല്ലോ. 2xy by x plus y ആണ്. 2xy by x plus y. സഞ്ചരിച്ച രണ്ട് ദൂരങ്ങൾ തുല്യമാണെങ്കിൽ ശരാശരി വേഗത. ഇനി കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ പോയാൽ വൺ സൈഡ് പോയാലും നമുക്ക് ഈ ഇക്വേഷൻ തന്നെ ഉപയോഗിക്കാം. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. ഇപ്പൊ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ദൂരം വൺ സൈഡ് പോയാൽ നമുക്ക് ഇത് ഉപയോഗിക്കാം. അതിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ആ ഇക്വേഷൻ എഴുതട്ടെ, എന്നിട്ട് നമുക്ക് എഴുതാം. ഓക്കെ, മണിക്കൂറിൽ 90 കിലോമീറ്റർ വേഗതയിൽ എങ്ങോട്ടാ വേണം? കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക്. അപ്പൊ എന്താ ഇവിടുത്തെ വേഗത? 90 കിലോമീറ്റർ വേഗത. തിരിച്ച് തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് ഉപയോഗിക്കുന്ന എത്രയാണ്? 110 കിലോമീറ്റർ വേഗതയിലുമാണ്. അപ്പൊ ആദ്യം പോയ വേഗതയെ നിങ്ങൾ എക്സ് എന്നും രണ്ടാമത് പോയ വേഗതയെ നിങ്ങൾ വൈ എന്നും എടുത്താൽ മതി. അപ്പൊ നമുക്ക് എങ്ങനെ കിട്ടും? 2 ഇൻറ്റു എക്സിന്റെ വേഗത എന്ന് പറഞ്ഞാൽ 90 ആണ്. എക്സിന്റെ വേഗത 90 ഇൻറ്റു വൈയുടെ വേഗത എന്ന് വെച്ചാൽ 110. അപ്പൊ ഡിവൈഡഡ് ബൈ 2xy ബൈ എക്സ് പ്ലസ് വൈ. എക്സ് എന്ന് വെച്ചാൽ 90 പ്ലസ് വൈ എന്ന് വെച്ചാൽ 110 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ? 2 ഇൻറ്റു 90 ഇൻറ്റു 110 ഡിവൈഡഡ് ബൈ 110 90 കുടുംബം നമുക്ക് തെറ്റിട്ടോ 200 എന്ന് കിട്ടും. 110 90 കുടുംബം നമുക്ക് തെറ്റി 200. ഈ പൂജ്യം വെട്ട, ഈ പൂജ്യം വെട്ട. ഓക്കെ ആണല്ലോ? ഈ രണ്ടും കൂടെ ക്യാൻസൽ ആയി പോയി. 11 9 തെറ്റി 99. അയാളുടെ ശരാശരി വേഗത എന്ന് പറഞ്ഞാൽ 99 കിലോമീറ്റർ പെർ അവർ ആണ്. എത്രയാണ്? 99 കിലോമീറ്റർ പെർ അവർ ആണ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, അപ്പൊ തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡോട്ടും പോയി, കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തോട്ടും പോയി. ഓക്കെ, ഇനി എന്താണ് ഈ ഇക്വേഷൻ തന്നെ വേറെ അടുത്ത് ഉപയോഗിക്കാം. തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് വരെ പോയോളൂ, വൺ സൈഡ് മാത്രമേ പോയോളൂ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ അവർ വേറെ കാര്യം കൂടെ പറയണം. ഇപ്പൊ തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെയുള്ള ദൂരം എന്ന് വെച്ചാൽ ഒരു ഉദാഹരണം പറയാം, ഒരു 500 കിലോമീറ്റർ ആണെന്ന് വിചാരിച്ചു. മനസ്സിലായല്ലോ? തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ 500 കിലോമീറ്റർ ആണെന്ന് വിചാരിച്ചു. ഈ 500 കിലോമീറ്ററിൽ ആദ്യത്തെ 250 കിലോമീറ്റർ ദൂരം 90 കിലോമീറ്റർ പെർ അവർ വേഗതയിലും അടുത്ത 250 കിലോമീറ്റർ ദൂരം 110 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിച്ചാലും ഈ ഇക്വേഷൻ തന്നെ ഉപയോഗിക്കാം. അപ്പൊ തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് വരെ അയാൾ പോകുന്നുള്ളൂ, അല്ലെങ്കിൽ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ വൺ സൈഡ് അയാൾ യാത്ര ചെയ്യുന്നുള്ളൂ. പക്ഷേ ഇവിടെ തൊട്ടുള്ള മൊത്തം ദൂരത്തിന്റെ പകുതി, അപ്പൊ മൊത്തം 500 കിലോമീറ്റർ ആണെങ്കിൽ ആദ്യത്തെ 250 വരെ തിരുവനന്തപുരത്ത് നിന്ന് വണ്ടി എടുത്ത് ഒരു 250 കിലോമീറ്റർ വരെ എത്തിയപ്പോഴത്തേക്ക് അയാൾ 90 കിലോമീറ്റർ പെർ അവർ വേഗതയിൽ പോയി. പിന്നെയുള്ള ബാക്കിയുള്ള 250 കിലോമീറ്ററത്തേക്ക് അയാൾ 110 കിലോമീറ്റർ പെർ അവർ വേഗതയിലും അയാൾ യാത്ര ചെയ്താൽ അയാളുടെ ശരാശരി വേഗത എന്ന് പറയുന്നത് നമുക്ക് ഈ ഇക്വേഷൻ തന്നെ ഉപയോഗിക്കാം. 2xy ബൈ എക്സ് പ്ലസ് വൈ ഇക്വേഷൻ തന്നെ ഉപയോഗിക്കാം. അവിടെ ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കത്തില്ല പറയുന്നത്, ഒരാൾ താൻ സഞ്ചരിച്ച ദൂരത്തിന്റെ ആദ്യ പകുതി 90 കിലോമീറ്റർ പെർ അവർ വേഗതയിലും രണ്ടാം പകുതി 110 കിലോമീറ്റർ പെർ അവർ വേഗതയിലും സഞ്ചരിച്ചാൽ അയാളുടെ ശരാശരി വേഗത എത്രയാണെന്ന് വെച്ചാൽ സെയിം ഇക്വേഷൻ തന്നെ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ഇത് LCM-ലൊക്കെ ചെയ്യുന്ന കാര്യമുണ്ട്. 2xy ബൈ എക്സ് പ്ലസ് വൈക്ക് പകരം നമുക്ക് LCM ഉപയോഗിക്കാം. അതിനെക്കാട്ടി ഇച്ചിരി ഈ രണ്ടെണ്ണത്തിന് ഏറ്റവും എളുപ്പം ഇതാണ്. 3 തുല്യ ദൂരത്തിന് LCM ആണ് എളുപ്പം, 2 തുല്യ ദൂരത്തിന് ഇക്വേഷൻ തന്നെയാണ് എളുപ്പം. അതുകൊണ്ട് ഞാൻ പിന്നെ അതിനെക്കുറിച്ച് പറയാഞ്ഞത്. ഓക്കെ, നമുക്ക് സമയം കളയില്ല, നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കഴിയാം. വ്യത്യസ്ത ഗ്രൂപ്പുകളിലെ അംഗങ്ങളുടെ എണ്ണത്തിന്റെ അനുപാതം 3:4:5 ആണ്. ഓരോ ഗ്രൂപ്പിലും 10 പേർ കൂടി അധികമായി ചേർന്നാൽ പുതിയ അനുപാതം 7:9:11 ആകുമെങ്കിൽ 3 ഗ്രൂപ്പിൽ ആകെ നിലവിലുള്ള അംഗങ്ങളുടെ എണ്ണം എത്ര? ഇതാണല്ലോ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇത് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ കാര്യമൊന്നുമില്ല, നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഇത് തന്നെ ചെയ്യാം. 2 ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. ഒരെണ്ണം എന്ന് വെച്ച് കഴിഞ്ഞിട്ട് പ്രോപ്പർ രീതിയാണ്, എക്സിറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ്. അതാദ്യം ഞാൻ പറഞ്ഞുതരാം. അത് കഴിഞ്ഞതിന് ശേഷം മറ്റൊരു ട്രിക്ക് കൂടെ ഉണ്ട്, ഇത് ഓപ്ഷൻ വെച്ചിട്ട് ചെയ്യുന്ന ഒരു ട്രിക്ക് ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഏതാണോ താല്പര്യം ആ രീതി നിങ്ങൾ ഫോളോ ചെയ്തോ. നമുക്ക് ആദ്യം നോക്കിയേ 3 വ്യത്യസ്ത ഗ്രൂപ്പുള്ള ആളുകളുടെ എണ്ണത്തിന്റെ അനുപാതം എന്ന് വെച്ചാൽ 3:4:5. ഓക്കെ, 3:4:5 ആണ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം 3 വ്യത്യസ്ത. അപ്പൊ ഒന്നാമത്തെ ഗ്രൂപ്പുള്ള ആൾക്കാരെ ഫസ്റ്റ് ഗ്രൂപ്പുള്ളവരെ ഞാൻ 3x എന്ന് എടുക്കുക. സെക്കൻഡ് ഗ്രൂപ്പുള്ളവരെ ഞാൻ 4x എന്ന് എടുക്കുക. തേർഡ് ഗ്രൂപ്പുള്ളവരെ ഞാൻ 5x എന്ന് എടുക്കുക. അപ്പൊ ആൾക്കാരുടെ എണ്ണം കാര്യം എന്താ അറിയാം, ഇത് റേഷ്യോയിലാണ്, അംശബന്ധത്തിലാണ് കിടക്കുന്നത്. അംശബന്ധത്തിൽ കിടക്കുന്ന സംഖ്യയുടെ അത് അംശബന്ധം മാറ്റണമെങ്കിൽ ഹരിച്ച സംഖ്യ ഏതാണോ അത് വെച്ച് തിരിച്ചു ഗുണിക്കണം. ഏത് സംഖ്യ വെച്ചാണോ നമ്മൾ ഹരിച്ചേക്കുന്നത് അത് വെച്ച് അതിനെ തിരിച്ചു ഗുണിക്കണം. ഓക്കെ ആണല്ലോ? നമുക്കിവിടെ അറിയത്തില്ല, ഇത് ഹരിച്ചത് ഞാനല്ല, എനിക്കറിയത്തില്ല ഏത് സംഖ്യ വെച്ച് ഹരിച്ചതെന്ന്. അപ്പൊ ആ അറിഞ്ഞുകൂടാത്ത സംഖ്യ ഞാൻ x എന്ന് എടുത്തു. അപ്പൊ ഒന്നാമത്തെ
അംശം എന്തായ 3നെ x കൊണ്ട് ഗുണിക്കുമ്പോഴാണ് 3x, 4നെ x കൊണ്ട് ഗുണിക്കുമ്പോഴാണ് 4x, ഓക്കെ 5നെ x കൊണ്ട് ഗുണിക്കുമ്പോഴാണ് 5x, അങ്ങനെയാണ് ഇത് കിട്ടുന്നത്. മനസ്സിലായോ? ഹരിച്ച സംഖ്യ തിരിച്ചു ഗുണിച്ചു, അപ്പൊ നമ്മുടെ സംഖ്യ കിട്ടി. അല്ലെങ്കിൽ ആ ഗ്രൂപ്പുള്ള അംഗങ്ങളുടെ എണ്ണം, 3 വ്യത്യസ്ത ഗ്രൂപ്പുള്ള ആളുകളുടെ എണ്ണം നമുക്ക് കിട്ടി എത്ര? 3x, 4x, 5x എന്ന് കിട്ടും. ഇനി എന്താ പറയുന്നത്? ഈ ഓരോ ഗ്രൂപ്പിലേക്കും 10 പേർ കൂടി വന്നാൽ, ഓരോ ഗ്രൂപ്പിലേക്കും 10 പേര്, ഇതിനകത്തേക്ക് ഒരു 10 പേര് വന്നു, അടുത്ത വീണ്ടും ഇതിലേക്ക് ഒരു 10 പേര് വന്നു, ഇതിലേക്ക് ഒരു 10 പേര് വന്നാൽ ഈ അംശബന്ധം എന്തായി മാറുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അംശബന്ധം എന്തായി മാറുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാണ്? 7:9:11 മാറുമെന്നല്ലേ ഇവിടെ പറഞ്ഞേക്കുന്നത്. 7:9:11 മാറും. അപ്പൊ നിങ്ങൾ നോക്കണം. അപ്പൊ നമുക്ക് കണ്ടേ, ഒന്നാമത്തെ ഗ്രൂപ്പില് 3x + 10ഉം രണ്ടാമത്തെ ഗ്രൂപ്പില് 4x + 10ഉമായി മാറിയാൽ ഈ അംശബന്ധം എന്തായി മാറും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര? 7:9:11 മാറും എന്ന് പറയാം. അപ്പൊ നമുക്ക് ഈ ഒന്നാമത്തെ അംശബന്ധം 7ഉം രണ്ടാമത്തെ അംശബന്ധം 11ഉം അല്ലയോ? നമുക്ക് ഇത് വെച്ചിട്ട് നമ്മൾ ചെയ്ത് കാണിക്കും. ഒന്നുകിൽ ആദ്യത്തെ 2 എണ്ണം എടുക്കുക, അല്ലെ രണ്ടാമത്തെ 2 എണ്ണം എടുക്കുക, അല്ലെ അവസാനത്തെ 2 എണ്ണം എടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കുക. ഒന്നാമത്തെ രണ്ടാമത്തെ എടുക്കുക, അല്ലെ രണ്ടാമത്തെ മൂന്നാമത്തെ എടുക്കുക, അല്ലെങ്കിൽ ആദ്യത്തെ മൂന്നാമത്തെ എടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള 3 രീതി എടുക്കുക. ഞാനത് ചെയ്ത് കാണിച്ചു തരാം. നോക്കിക്കോ. ഓക്കെ, നോക്കിക്കോണേ. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാല് ഉണ്ടേ, ഇപ്പൊ ഒന്നാമത്തെ ഗ്ഗ്രൂപ്പിലുള്ളത് 3x + 10 ഈസ്റ്റു രണ്ടാമത്തെ ഗ്രൂപ്പിലുള്ളത് എത്ര? 4x + 10 എന്ന് പറയുന്നത് നമുക്ക് എന്ത് എഴുതാം? 7:9 എന്ന് എഴുതാം. 7:9 എന്ന് എഴുതാം. 7:9 എഴുതാം. 7:9 എഴുതാം. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? എന്നതിന് ശേഷം എന്ത് ചെയ്യാം? ആദ്യം കിടക്കുന്നതും അവസാനം കിടക്കുന്നതും തമ്മിൽ ഗുണിക്കാം. ആദ്യം കിടക്കുന്നതും അവസാനം കിടക്കുന്നതും തമ്മിൽ ഗുണിക്കാം. ആദ്യം കിടക്കുന്ന അവസാനം കിടക്കുന്ന ഗുണിച്ച് സമത്തിന് ഇപ്പുറത്തും, രണ്ടാമത്തെ മൂന്നാമത്തെ ഗുണിച്ച് സമത്തിന് അപ്പുറത്തും എഴുതാം. ആദ്യം കിടക്കുന്നത് ഈ ഒന്നാമത്തേനകത്ത് 3x + 10ഉം രണ്ടാമത്തേനകത്ത് 4x + 10ഉം ആകുമ്പോൾ അവിടെ അംശം എത്ര? 7:9 ആവും. 7:9 ആവും. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അപ്പൊ എന്താണ്? ആദ്യം കിടക്കുന്ന അവസാനം കിടക്കുന്ന ഗുണിച്ച് സമത്തിന് ഇപ്പുറത്തും, രണ്ടാമത്തെ മൂന്നാമത്തെ ഗുണിച്ച് സമത്തിന് അപ്പുറത്തും അങ്ങ് എഴുതാം. അപ്പൊ ആദ്യം കിടക്കുന്നത് ഈ 9ഉം 9 × 3x + 10, 9 × 3x + 10 ഈക്വൽ ടു അടുത്തതാണ് ഇപ്പുറത്തെ രണ്ടാമത്തെ മൂന്നാമത്തെ ഗുണിക്കുക 7 × 4x + 10 എന്ന് എഴുതാം. 7 × 4x + 10. ഈ രണ്ട് രീതിയിൽ ചെയ്യാം. ആദ്യവും അവസാനം കിടക്കുന്ന ഗുണിച്ച് സമത്തിന് ഇപ്പുറത്തും, രണ്ടാമത്തെ മൂന്നാമത്തെ ഗുണിച്ച് സമത്തിന് അപ്പുറത്തും. ഇനി നിങ്ങൾക്ക് ഇത് രണ്ടും എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിലോ, 4x + 10ഉം 5x + 10ഉം എടുക്കാനുണ്ടെങ്കിൽ നിങ്ങൾ ഏതൊക്കെ എടുക്കണം? 9:11 എടുക്കണം. 9:11. ഇനി ഒന്നാമത്തെ മൂന്നാമത്തെ എടുക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിലോ, 3x + 10, 5x + 10 എടുക്കാൻ താല്പര്യമെങ്കിൽ നിങ്ങൾ 7:11 കൊടുക്കണം. അവിടെ ഏതാണോ എടുക്കുന്നത് അവയുടെ റേഷ്യോ വേണം ആദ്യം കൊടുക്കുക. ഇപ്പോൾ ആദ്യം 6 പേര് പറയുന്ന അവരുടെ റേഷ്യോ ആണ് ആദ്യം, രണ്ടാമത്തത് മൂന്നാമത്തെ, ആ രീതിയിലാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഓക്കെ ആണല്ലോ? ഇനി ബ്രാക്കറ്റ് നമുക്ക് കൊണ്ട് പൊളിക്കാം. ബ്രാക്കറ്റ് വിളിക്കുമ്പോൾ ബ്രാക്കറ്റ് വിളി കിടക്കുന്ന 9 അകത്തേറ്റ് ഗുണിക്കുക. ഓക്കെ, 9 × 2, 9 × 3, 3 × 27, 27x + 5 = 90 ഈക്വൽ ടു ഓക്കെ 4 × 7 28, 28x + 5 = 70 എന്ന് എഴുതാം. ക്ലിയർ ആണല്ലോ? 9 × 3 27, 27x + 5 = 90, 5 = 90 ഈക്വൽ ടു 4 × 7 28x + 5 = 70. ഇനി x എല്ലാവരും സൈഡിലാക്കാം, x ഇല്ലാത്ത എല്ലാവരും സൈഡിലാക്കാം. ഓക്കെ ആണല്ലോ? യെസ്. അപ്പൊ നോക്കിക്കോ, 90 ഈ +70 സമത്തിനിപ്പുറം വരുമ്പോൾ -70 എന്നാവും. 90 +70 സമത്തിനിപ്പുറം പോകുമ്പോൾ -70 എന്നാവും. ഓക്കെ, ഈക്വൽ ടു നോക്കിക്കോ. ഓക്കെ, ഈ പറഞ്ഞേക്കുന്ന 20 ഞാൻ ബാക്കി എത്ര ഉണ്ട്? ഇവിടെ ഒരു 28x കിടപ്പുണ്ട്. 28x കിടപ്പുണ്ട്. 28x. ഓക്കെ, ഈ +27x സമത്തിനപ്പുറം പോകുമ്പോൾ -27x എന്നാവും. +27 അപ്പുറത്ത് പോകുമ്പോൾ -27x എന്നാവും. ഓക്കെ, 90 ന്ന് 70 കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 20 എന്ന് കിട്ടും. 90 ന്ന് 70 കുറയ്ക്കുമ്പോൾ 20 കിട്ടും. ഓക്കെ, നോക്കിക്കോണ എത്ര? 28x നിന്ന് 27x കുറച്ചാൽ 1x. അപ്പൊ എക്സിന്റെ വാല്യൂ നമുക്ക് 20 കിട്ടി. എക്സിന്റെ വാല്യൂ എത്ര കിട്ടിയോ? 20 കിട്ടി. എക്സിന്റെ വാല്യൂ 20 കിട്ടി. ഇത്ര വരെ ഓക്കെ ആണല്ലോ? ഇനി ഇവിടെ എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്? ആകുമെങ്കിൽ 3 ഗ്രൂപ്പിൽ ആകെ നിലവിലുള്ള അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? ഈ ഗ്രൂപ്പിൽ 3 ഗ്രൂപ്പിൽ ഇപ്പൊ നിലവിൽ 10 പേര് വന്നാലുള്ള കണ്ടീഷനാണ് ഈ പറയുന്നത്. 10 പേര് വന്നാലുള്ള കണ്ടീഷനാണ് ഇപ്പൊ പറയുന്നത് 7:9:11 ആവുന്നത്. അവർ പറയുന്നത് എങ്കിൽ നിലവിൽ ഇപ്പോൾ ഗ്രൂപ്പിൽ എത്ര പേരുണ്ട്? നിലവിൽ എത്ര പേരുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഉള്ളത് എത്ര? 3x. ഒന്നാമത്തെ ഗ്രൂപ്പിലുള്ളത് 3x പ്ലസ് അടുത്ത രണ്ടാമത്തെ ഗ്രൂപ്പിൽ എത്ര? 4x പ്ലസ് അടുത്ത ഗ്രൂപ്പിൽ എത്ര ഉള്ളത്? 5x ഉള്ളു. ഈ 10 പേര് വന്നിട്ടില്ല. ഈ 10 പേര് വന്നാൽ ഇങ്ങനെ ആവുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് വരുന്നതിന് മുമ്പുള്ള ആൾക്കാരാണ്. നമുക്ക് ആദ്യം ഫസ്റ്റ് ഗ്രൂപ്പിലുള്ളവർ എണ്ണം 3x എന്നും, സെക്കൻഡ് ഗ്രൂപ്പിലുള്ളവർ എണ്ണം 4x എന്നും, തേർഡ് ഗ്രൂപ്പിലുള്ളവർ എണ്ണം നമുക്ക് എന്ത് എഴുതാം?
5x ഒന്നും എടുക്കാം. പിന്നെ 10 പേര് വരുമ്പോഴാണ് ഇത് ഇങ്ങനെ ആവുന്നത്. ഏത് അംശം എന്താവുന്നത്? 7:9:11 ആവുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ നിലവിൽ എത്ര പേരുണ്ട്? 3x 4x 9x. അതെല്ലാം കൂട്ടാം. 4x 3x 4x 9x 5x കൂടെ കൂടുമ്പോൾ എത്ര? 4 3 7 7 7 5 12. ഓക്കെ ആണല്ലോ. നിലവിൽ 12x പേരാണ് ഗ്രൂപ്പിനകത്തുള്ളത്. ഓക്കെ ആണല്ലോ. 5 4 9 3 12. 12x പേരാണ് ഗ്രൂപ്പിനകത്തുള്ളത്. ഓക്കെ ആണല്ലോ. അവിടെ 12 ഇൻറ്റു എക്സ് അല്ലൂടെ 12x 12 ഇൻറ്റു എക്സ് ആണ് 12x. ഓക്കെ ഓക്കെ. ഇവിടെ നോക്കിയാൽ എക്സിന്റെ വാല്യൂ എത്ര? 20 അല്ലയോ? അപ്പൊ 12 ഇൻറ്റു 20 12 ഇൻറ്റു 20 12 കൂടെ 2 എത്ര? 24 240. നിലവിൽ ഗ്രൂപ്പിൽ എത്ര പേരുണ്ടോന്ന് വെച്ചാൽ 240 പേരാണ് ഗ്രൂപ്പിലുള്ളത്. നിലവിൽ എത്രയാണോ? 240 പേര്. ഡി ഓപ്ഷൻ ആണ് ഇതിന്റെ ആൻസർ വരുന്നത്. 240. ഇനി ഇത്രയും ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമില്ല, എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇനി മറ്റൊരു ട്രിക്ക് കൂടെ നമുക്ക് നോക്കാം. ഇത് ഓപ്ഷൻ വെച്ച് കയറുന്ന മറ്റൊരു ട്രിക്ക് കൂടെ നമുക്ക് നോക്കാം. ഇത്രയും ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമില്ല, ഇതാണ് അതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള രീതി ചെയ്യുന്നത്. നമുക്ക് ആൻസർ കിട്ടും. ഇനി എന്താ ചെയ്യണം? ആദ്യം റേഷ്യോ എല്ലാം അവിടെ കൂട്ടാം. അത് 3 3 എത്ര? 4 5 3 4 5 3 4 5 കൂടെ കൂട്ടാം. ഓക്കെ ആണല്ലോ. ഓക്കെ. 3 4 5 കൂടെ കൂടുമ്പോൾ എത്ര? 3 4 4 3 7 7 5 12. റേഷ്യോ എല്ലാം കൂടിയപ്പോൾ 12 കിട്ടി. ഈ 12ന്റെ ഗുണിതമായിട്ടുള്ള ഓപ്ഷൻസ് ആദ്യം നോക്കണം. ഫസ്റ്റ് കണ്ടീഷൻ നോക്കണം. 12ന്റെ ഗുണിതമായിട്ടുള്ള ഈ തന്നിരിക്കുന്ന എല്ലാം 12ന്റെ ഗുണിതമായിരിക്കണം. ഒന്നാമത്തെ കണ്ടീഷൻ അതാ. എല്ലാത്തിന്റെയും ഗുണിതം എന്തായിരിക്കണം? 12ന്റെ ഗുണിതമായിരിക്കണം. ഓക്കെ ആണല്ലോ. അംശം എന്തോ എല്ലാവരും കൂട്ടിയപ്പോ 3 4 7 7 5 കൂടെ കൂടുമ്പോൾ 12. ഈ 12ന്റെ റേഷ്യോ ആയിരിക്കണം ആദ്യമുള്ള ഗ്രൂപ്പുള്ള അംഗങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത്. അപ്പൊ നോക്കി, ഇതെല്ലാം 12ന്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് നോക്കി. ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടെങ്കിൽ അതായിരിക്കും. ഒരെണ്ണം ഉള്ളെങ്കിൽ അതായിരിക്കും ആൻസർ. ഒന്നിലധികം ഉണ്ടെങ്കിൽ നമ്മൾ അടുത്ത സ്റ്റെപ്പ് കൂടെ നോക്കണം. ഓക്കെ. 48 48ന് 4 വെച്ചിരിക്കുക. 4 12 ആണ് 48. അപ്പൊ എന്നിട്ട് 480 12 40 പ്രാവശ്യം ഉണ്ട്. അപ്പൊ ഇത് ഓൾറെഡി എന്തിന്റെ ഗുണിതമാണ്? 12ന്റെ ഗുണിതമാണ്. ഓക്കെ. ഇനി അടുത്ത് നോക്കാം. 3 12 36. അപ്പൊ ഇതും 12ന്റെ ഗുണിതമാണ്. 1 12 12 ഇതും 12ന്റെ ഗുണിതമാണ്. 2 12 24 അതും 12ന്റെ ഗുണിതം. ഇതെല്ലാം 12ന്റെ ഗുണിതമാണ്. അപ്പൊ ഒന്നാമത്തെ കണ്ടീഷൻ ഓക്കെ. ഓക്കെ. അപ്പൊ എല്ലാം 12. ഇനി എന്താണ്? ഒരെണ്ണം കൂടെ, ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഓരോ ഗ്രൂപ്പിലും 10 പേർ വീതം വന്നാൽ, ഓരോ ഗ്രൂപ്പിലും 10 പേർ വരുമ്പോൾ അങ്ങനെ 3 ഗ്രൂപ്പ് അല്ലേ ഉള്ളത്. ഓരോ ഗ്രൂപ്പിലും 10 പേര് വരുമ്പോൾ 3 ഗ്രൂപ്പിലും കൂടെ 30 പേര് എണ്ണം. 10 + 10 മൊത്തം 30 പേര് ഈ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്ത് വരത്തില്ലോടോ. 30 പേര് വരുമ്പോൾ അംശം എന്തായി മാറുമെന്ന് പറഞ്ഞത്? 7:9:7:9:11 നമ്മൾ അതെല്ലാം കൂട്ടുക. അംശം എന്താ എല്ലായിടും കൂട്ടുക? 7:9:11 ആവുമെന്ന് പറഞ്ഞു. അപ്പൊ എല്ലാവരും കൂട്ടുക. ഇവിടെ 27 27 എല്ലാവരുടെ കുടുംബത്തിൽ ഇട്ടോടോ 27. അപ്പൊ എല്ലാ ഗ്രൂപ്പിലേക്കും 10 വീതം വന്ന് മൊത്തത്തിൽ 30 പേര് ഗ്രൂപ്പിനകത്ത് വന്ന് ചേർന്നാൽ അതെന്തായിരിക്കും? അതിനെ 27 കൊണ്ട് ഹരിക്കാൻ പറ്റണം. അപ്പൊ ഇതെല്ലാം കൂട്ടുമ്പോൾ 12 ഇല്ലയോ? 12 കൊണ്ട് ഹരിക്കാൻ പറ്റണം. ഇതെല്ലാം കൂട്ടുമ്പോൾ 27 വെച്ച് ഹരിക്കാൻ പറ്റണം. മനസ്സിലായി? 30 പേരും കൂടെ ആ ഗ്രൂപ്പിലേക്ക് വന്നാൽ ആ നമ്പറിൽ എത്ര വെച്ച് ഹരിക്കാൻ പറ്റണം? ആ റേഷ്യോ എല്ലാം കൂട്ടുമ്പോൾ കിട്ടുന്ന നമ്പറായ 27 വെച്ച് ഹരിക്കാൻ പറ്റണം. നോക്കിയേ, 280 ഈ 480 കൂടെ 30 കൂടെ കൂട്ടിയേ, 480 കൂടെ 30 കൂടെ കൂട്ടിയേ, 480 കൂടെ നമ്മൾ 30 കൂടെ കൂടുമ്പോൾ എത്ര കിട്ടുമോ? 510 എന്ന് കിട്ടും. മനസ്സിലായോ? 510 എന്ന് പറയുന്നത് 27ന്റെ ഗുണിതമാണോ? 27ന്റെ ഗുണിതമല്ല. കാര്യം എന്താ? 27 ഗുണം 10 എന്ന് വെച്ചാൽ 270. അപ്പൊ 20 എന്ന് പറയുമ്പോൾ എഴുതട്ടും 270 20 കിട്ടുമ്പോ എത്ര? 400 7 140 വരും. ഓക്കെ. 540 വരും. 540 നിന്ന് അപ്പൊ നമുക്ക് ഇവിടെ 510 വരുന്നത്. 540 വീണ്ടും ഒരു 27 കുറച്ചാൽ പോലും 540 നിന്ന് 30 കുറച്ച് കഴിഞ്ഞാൽ 510 513 പറഞ്ഞു. പക്ഷെ ഇവിടെ 510 വരുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഈ ഓപ്ഷൻ തെറ്റാണ്. ഇനി നോക്കിയേ, എത്ര? 27 കൂടെ നമ്മൾ 360 30 കൊടുക്കുമ്പോൾ 390 വരും. 390 എന്ന് പറഞ്ഞാൽ 27ന്റെ മൾട്ടിപ്പിൾ ആണെന്ന് വെച്ചാൽ 27ന്റെ മൾട്ടിപ്പിൾ അല്ല. 390 എന്ന് പറഞ്ഞാൽ ഇതിന്റെ കൂടെ ഈ പറയുന്ന നമ്പറിന്റെ കൂടെ നിങ്ങൾ 30 കൂടെ കൂട്ടുക. 30 കൂട്ടിയിട്ട് 27 വെച്ച് ഹരിക്കാൻ പറ്റുമോ നോക്കിയാൽ പറ്റത്തില്ല. അതും പറ്റത്തില്ല. നിങ്ങൾ വേണേൽ ചെയ്ത് നോക്കിക്കോ. നോക്കിയേ, ഇവിടെ നോക്കിയേ, ഇപ്പൊ എത്ര? 120ന്റെ കൂടെ നമ്മളെ പുതുതായിട്ട് 30 പേര് വരുന്നുണ്ട്. 150 130ന്റെ കൂടെ പുതുതായിട്ട് 30 വരുമ്പോൾ 150 വരാം. ഈ 150ന് 27 വെച്ച് ഹരിക്കാൻ പറ്റുമോ നോക്കണം. അതിനെ ഹരിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ ഹരിച്ചു വേണം നോക്കിക്കോ, ഹരിക്കാൻ പറ്റത്തില്ല. ഓക്കെ ആണല്ലോ. നമ്മൾ സമയം കളയുന്നില്ല, അതുകൊണ്ട് ഓരോന്നോരോന്ന് പറയുന്നത്. ഓക്കെ. അടുത്ത നോക്കിയാൽ ലാസ്റ്റ് ഓപ്ഷൻ എത്ര? 240 പേരുണ്ട്. 240 പേരിലേക്ക് ഓരോ ഗ്രൂപ്പിലും 10 പേര് വീതം വരുമ്പോൾ 30 പേരോട് അധികം വരത്തില്ലടോ. 30 പേരോട് അധികം വരുമ്പോൾ എത്ര ഇട്ടോ? 270 പേരാവും. 270 ആവും. 30 കൂടെ വരുമ്പോൾ എത്ര ആടോ? 270 പേരാവും. 270 27 വെച്ച് ഹരിക്കാൻ പറ്റത്തില്ലടോ. 270 ഡിവൈഡഡ് ബൈ 27 വെട്ടുമ്പോൾ 10 അല്ലയോടോ. 10 27 270 എന്ന് പറയുന്നത് വെട്ടാൻ പറ്റും. അപ്പൊ എന്താണ്?
ഇത് ആദ്യം 12ന്റെ കണ്ടീഷൻ ഓക്കെ, ഇതെല്ലാം 12ന്റെ കണ്ടീഷൻ ഓക്കെയാണ്. ഓരോ ഗ്രൂപ്പിലും 10 പേര് വീതം വെച്ച് 3 ഗ്രൂപ്പിലേക്ക് 30 പേര് വരുവാണെങ്കിൽ അത് 270 ആവും. ആ പറയുന്ന 30 പേര് വരുമ്പോൾ അതിന് എന്തായിരിക്കണം, ഈ റേഷ്യോയുടെ സമ്മ്. അപ്പോ 7:9:11 എന്ന് പറയുന്നതാണ് സം എടുത്തപ്പോൾ നമുക്ക് എത്ര 27 കിട്ടില്ലയോ, ആ 27 കൊണ്ട് കൂടെ ഹരിക്കാൻ പറ്റണം. അങ്ങനെ 27 കൊണ്ട് കൂടെ ഹരിക്കാൻ പറ്റുന്ന ഒറ്റ ഓപ്ഷനകത്തുള്ളൂ എത്രയാണ്, ഡി ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. 30 കൂട്ടുമ്പോൾ 27 വെച്ച് ഹരിക്കാൻ പറ്റുന്ന ഒറ്റ ഓപ്ഷനാണ് ഡി ഉള്ളൂ. അങ്ങനെ ഓപ്ഷൻ വെച്ചും വേണമെങ്കിൽ കയറാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ എക്സ് പോലുള്ള ഈ രീതി ഉപയോഗിച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് ചെയ്തു പോകാൻ പറ്റും. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ ആണല്ലോ. ഓക്കെ, നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഒരു ജോലി ഒറ്റയ്ക്ക് പൂർത്തിയാക്കാൻ എക്ക് 20 ദിവസവും ബിക്ക് 30 ദിവസവും വേണം. എയും ബിയും ഒരുമിച്ച് ജോലി ആരംഭിച്ച് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എ ജോലി മതിയാക്കി. ബി ഒറ്റയ്ക്ക് ബാക്കി ജോലി 5 ദിവസം കൊണ്ട് പൂർത്തിയാക്കി. എ എത്ര ദിവസം ജോലി ചെയ്തു? സിമ്പിൾ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ വളരെ സിമ്പിളാ. ഇത് എഫിഷ്യൻസിക്കകത്തിട്ട് ചെയ്താൽ മതി, വളരെ സിമ്പിൾ ആയിട്ട് അങ്ങ് ചെയ്യാം. അപ്പൊ നോക്കണേ, എ ഒരു ജോലി പൂർത്തിയാക്കാൻ 20 ദിവസവും ബിക്ക് ആ ജോലി പൂർത്തിയാക്കാൻ 30 ദിവസം വേണം. അപ്പൊ നോക്കണം, എ ഒരു ജോലി പൂർത്തിയാക്കുന്നത് 20 ദിവസം കൊണ്ടാണ്. അതേപോലെ തന്നെ ബി അതേ ജോലി പൂർത്തിയാക്കുന്നത് എത്ര ദിവസം കണ്ടാ? 30 ദിവസം കണ്ടാ. നോക്കേണ്ടത് അവിടെ ആകെ എത്ര വർക്ക് ഉണ്ട്, ടോട്ടൽ വർക്ക് എത്ര ഉണ്ടോ നോക്കണം. അതെങ്ങനെ കണ്ടുപിടിക്കുമെന്ന് വെച്ചാൽ ഇവരെടുക്കുന്ന സമയത്തിന്റെ എൽസിയം എടുത്താൽ മതി. ഇവർ ജോലി ചെയ്ത് പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയത്തിന്റെ എൽസിയം എടുത്താൽ മതി. എ ആ ജോലി പൂർത്തിയാക്കാൻ എത്ര ദിവസമാ? 20 ദിവസവും. ബി ആ ജോലി പൂർത്തിയാക്കാൻ എത്ര ദിവസമാ? 30 ദിവസം എടുക്കും. ഈ 20 30ന്റെയും കൂടെ എൽസിയം കാണണം. 20ന്റെയും 30ന്റെയും എൽസിയം എന്ന് പറഞ്ഞാൽ 60 എന്ന് വരും. 20ന്റെ 30ന്റെ എൽസിയം എത്രയാണോ? 60 വരും. ഈ 60 ആണ് അവിടുത്തെ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത്. അവിടുത്തെ ടോട്ടൽ വർക്ക് കിട്ടി. ടോട്ടൽ വർക്ക് എന്ന് വെച്ചാൽ 60 കിട്ടി. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ടോട്ടൽ വർക്ക് 60. ഇനി എന്ത് ചെയ്യാം, എയുടെ എഫിഷ്യൻസി എന്ന് വെച്ചാൽ കാര്യക്ഷമത അല്ലെങ്കിൽ കഴിവ് എന്ന് വെച്ചാൽ എക്ക് ഒരു ദിവസം ചെയ്യാൻ കഴിയുന്ന ജോലിയാണ് അയാളുടെ കഴിവ്. അപ്പൊ എ ജോലി പൂർത്തിയാക്കാൻ 20 ദിവസം എടുക്കുന്നെങ്കിൽ എ ഒരു ദിവസം ചെയ്യുന്ന ജോലിയാണ് അയാളുടെ കാര്യക്ഷമത അല്ലെങ്കിൽ കഴിവ് അല്ലെങ്കിൽ എഫിഷ്യൻസി എന്ന് പറയും. എ ഒരു ജോലി പൂർത്തിയാക്കാൻ 20 മണിക്കൂർ എടുക്കെങ്കിൽ അയാൾ 1 മണിക്കൂർ ചെയ്യുന്ന ജോലിയായിരിക്കും അയാളുടെ എഫിഷ്യൻസി. എ ഒരു ജോലി പൂർത്തിയാക്കാൻ 20 മിനിറ്റ് എടുക്കുമെങ്കിൽ 1 മിനിറ്റ് ചെയ്യുന്നതായിരിക്കും അയാളുടെ എഫിഷ്യൻസി. എ ഒരു ജോലി 20 സെക്കൻഡ് എടുക്കുമെങ്കിൽ 1 സെക്കൻഡ് ചെയ്യുന്നതായിരിക്കും അയാളുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത്. അപ്പൊ എ ഒരു ജോലി പൂർത്തിയാക്കാൻ എത്ര ദിവസം? 60 ദിവസം അല്ലയോ? എ ഒരു ജോലി പൂർത്തിയാക്കാൻ എത്ര? 60 ദിവസമാണ് എടുക്കുന്നത്. ഓക്കെ, ഏത് ജോലി പൂർത്തിയാക്കാൻ 20 ദിവസം കൊടുക്കെങ്കിൽ എ ഒരു ദിവസം ചെയ്യുന്ന ജോലിയായിരിക്കും അയാളുടെ എഫിഷ്യൻസി അല്ലെങ്കിൽ കാര്യക്ഷമത എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം എയുടെ എഫിഷ്യൻസി എന്ന് കണ്ടുപിടിക്കുക. എയുടെ എഫിഷ്യൻസി മൊത്തം അവിടെ എത്ര ജോലിയാണ് ഉള്ളത്? മൊത്തമുള്ള ജോലി 60 ആണ്. 60നെ അയാൾ എടുക്കുന്ന സമയം കൊണ്ട് ഹരിച്ചാൽ മതി. 60ന് 20 കൊണ്ടായിരിക്കും. 60ന് 20 കൊണ്ടായിരിക്കുമ്പോൾ 3. എക്ക് ഒരു ദിവസം 3 ജോലി, ഒരു ദിവസം അയാൾക്ക് 3 ജോലിയുള്ള കഴിവുണ്ട്. അയാൾ ഒരു ദിവസം 3 ജോലി ചെയ്താൽ അങ്ങനെ 20 ദിവസം കൊണ്ട് 20 × 3 60 ജോലി അയാൾ കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, ഇനി ബിയുടെ എഫിഷ്യൻസി കൊണ്ട് നോക്കാം. മൊത്തം അയാൾ എടുക്കുന്ന എത്ര? 60 ദിവസമാണ് എടുക്കുന്നത്. ഓക്കെ, 60 ജോലിയുള്ളത് എടുക്കുന്ന 30 ദിവസമാണ്. 60ന് 30 ശരിക്കും 2. ബിക്ക് ഒരു ദിവസം 2 ജോലിയുള്ള കഴിവുള്ളൂ. എക്ക് ഒരു ദിവസം 3 ജോലിയുള്ള കഴിവുണ്ട്. ബിക്ക് ഒരു ദിവസം 2 ജോലിയുള്ള കഴിവേ ഉള്ളൂ. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അപ്പൊ ഒരു ദിവസം അയാൾ 2 ജോലി ചെയ്താൽ 30 ദിവസം കൊണ്ട് 30 × 2 60 ജോലി ചെയ്യും. ഓക്കെ ആണല്ലോ? അപ്പൊ എ ഒരു ദിവസം 3 ജോലി, ബി ഒരു ദിവസം 2 ജോലി ചെയ്യും. ഓക്കെ ആണല്ലോ? അങ്ങനെ എന്താ ഇനി കാര്യത്തിലേക്ക് പോവാ. എയും ബിയും ഒരുമിച്ച് ജോലി ആരംഭിച്ച് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എ മതിയാക്കി പോയി. ഇവർ രണ്ടുപേരുടെ ഒരുമിച്ച് ജോലി ചെയ്ത് അങ്ങ് തുടങ്ങിയിടേ. കാര്യമൊന്നുമില്ല, രണ്ടുപേരുടെ എയും ബിയുടെ ജോലി അങ്ങ് തുടങ്ങി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എ പറഞ്ഞു ഞാൻ പോകുമെന്ന് പറഞ്ഞു. എ അങ്ങ് പോയി. ക്ലിയർ ആവുന്നുണ്ടല്ലോ? പക്ഷെ ബിക്ക് പോകാൻ പറ്റത്തില്ല. ബി ആയിരുന്നു ആ പണി എടുത്ത ആള്. മനസ്സിലായല്ലോ? ബി ആണ് ഹെഡ് മേശരി. മനസ്സിലായോ? അയാൾക്ക് ജോലി ഇട്ടിട്ട് പോകാൻ പറ്റത്തില്ല. അയാൾ ഒറ്റയ്ക്ക് പിന്നെ പണിയേണ്ടി വരും. മനസ്സിലായോ? ഓക്കെ, അങ്ങനെ അയാൾ ഒറ്റയ്ക്ക് ജോലി ചെയ്തു. ബി ഒറ്റയ്ക്ക് ആ ജോലി 5 ദിവസം കൊണ്ട് പൂർത്തിയാക്കി. ബി ഒറ്റയ്ക്ക് എത്രയാണ്? 5 ദിവസം കൊണ്ട് പൂർത്തിയാക്കി. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് എ ബി ഒറ്റയ്ക്ക് 5 ദിവസം കൊണ്ട് ജോലി പൂർത്തിയാക്കിയെങ്കിൽ എ എത്ര ദിവസം ജോലി ചെയ്തു? എ എത്ര ദിവസം ജോലി ചെയ്തു? ഇവർ ഒരുമിച്ച് എത്ര ദിവസം ജോലി ചെയ്തു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അതിന് ചെയ്യേണ്ട ഒരു ഒറ്റ പരിപാടി എത്രയേ ഉള്ളൂ. ബി ഒറ്റയ്ക്ക് എത്ര ദിവസം ജോലി ചെയ്തു? 5 ദിവസം ജോലി ചെയ്തിട്ടുണ്ട്. ബി ഒരു ഒറ്റയ്ക്ക് 5 ദിവസം. അപ്പൊ ബി ഒറ്റയ്ക്ക് ചെയ്ത ദിവസം എന്ന് വെച്ചാൽ 5 ദിവസമാണ് ജോലി ചെയ്തിരിക്കുന്നത്. ബിക്ക് ഒരു ദിവസം എത്ര ജോലിയുള്ള കഴിവുണ്ട്? ബിക്ക് ഒരു ദിവസം എത്ര ജോലിയുള്ള കഴിവുണ്ടെന്ന് വെച്ചാൽ 2 ജോലി ചെയ്യാനുള്ള കഴിവുണ്ട്. ബിക്ക് ഒരു ദിവസം 2 ജോലി ചെയ്യാനുള്ള കഴിവുണ്ട്. അങ്ങനെ അയാൾ 5 ദിവസം ജോലി ചെയ്താൽ 5 × 2 10 ജോലി അവിടെ തീർന്നിട്ടുണ്ട്. എത്ര ജോലിയാണോ? 10 ജോലി അവിടെ തീർന്നിട്ടുണ്ട്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അപ്പൊ ബി ഒറ്റയ്ക്ക് 10 ജോലി ചെയ്തിട്ടുണ്ട്. ബി ഒറ്റയ്ക്ക് 10 ജോലി ചെയ്തപ്പോൾ അവിടുത്തെ ജോലി തീർന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ജോലി തീർന്നിട്ട് ഉണ്ട്. ബി 10 ജോലി അവിടെ ബി തനിച്ച് 5 ദിവസം ജോലി ചെയ്ത് അങ്ങനെ ഈ 10 ജോലി ചെയ്തപ്പോൾ അവിടുത്തെ ജോലി തീർന്നിട്ടുണ്ടോ എന്ന് വെച്ചാൽ ജോലി തീർന്നിട്ടുണ്ടോ?
പക്ഷെ ആ ജോലി തീർന്നിട്ടുണ്ട്. കാര്യം അവസാനമാണ് ബി ജോലി ചെയ്യുന്നത്. അങ്ങനെ അവസാനം ഈ 10 ജോലി ചെയ്തപ്പോൾ ജോലി തീർന്നിട്ടുണ്ടെന്ന് പറയണമെന്നുണ്ട് എങ്കിൽ ഒരു കണ്ടീഷനും കൂടെ ഉണ്ട്. ബാക്കിയുള്ള ജോലി എയും ബിയും നേരത്തെ ജോലി ചെയ്ത് തീർത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ബിക്ക് ബാക്കി 5 ദിവസം കൂടെ ചെയ്യേണ്ടി വന്നത്. മനസ്സിലായോ? ഈ ജോലി ഇനി ബാക്കി 10 ജോലി അവിടെ ഉള്ളായിരുന്നു. അതുകൊണ്ടാണ് ബി 5 ദിവസം നിന്ന് ആ 10 ജോലി ചെയ്ത് തീർത്തത്. അപ്പൊ ബി 10 ദിവസം അവസാനത്തെ 10 ദിവസം നിന്നപ്പോ ജോലി തീർന്നെന്ന് പറഞ്ഞിട്ട് ബിക്ക് പോകാൻ പറ്റണമെന്നുണ്ട് എങ്കിൽ ബാക്കിയുള്ള ജോലി എത്ര ആണെങ്കിലും അത് എയും ബിയും നേരത്തെ ചെയ്ത് തീർത്തിട്ടുണ്ട്. നേരത്തെ ചെയ്ത് തീർത്തതിന് ശേഷം ബാക്കി 10 ജോലി ബാലൻസ് നിന്നപ്പോഴാണ് ആര് പോകുന്നത്? എ ജോലി നിർത്തി പോകുന്നത്. അപ്പോഴാണ് ബി ആണെങ്കിൽ 5 ദിവസം കൊണ്ട് ആ ജോലി ചെയ്ത് തീർക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ അവിടെ മൊത്തം എത്ര ജോലിയുണ്ട്? ടോട്ടൽ വർക്ക് 60 ആണ്. അതിൽ ബി ഒറ്റയ്ക്ക് എത്ര ചെയ്തിട്ടുണ്ട്? 10 ജോലിയെ ബി ഒറ്റയ്ക്ക് ചെയ്തിട്ടുള്ളു. അപ്പൊ ബാലൻസ് എത്ര ജോലി ഉണ്ടെന്ന് നോക്കണം. ബാലൻസ് ഉള്ള ജോലി എന്ന് പറഞ്ഞാൽ മൊത്തം 60 ജോലിയാ. ഈ 60 ജോലിയിൽ നിന്ന് 10 ജോലി മാത്രമേ ബി തനിച്ച് ചെയ്തിട്ടുള്ളൂ. അത് കുറച്ചാൽ ബാലൻസ് ഉള്ള 50 ജോലി. ഈ 50 ജോലി ബാലൻസ് ഉള്ള ഈ 50 ജോലി അപ്പോൾ ആര് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരൊക്കെയാണ്? എയും ബിയും ചേർന്നാണ് ചെയ്തേക്കുന്നത്. ആരൊക്കെയാ? എയും ബിയും ചേർന്നാണ് ആ ബാക്കിയുള്ള 50 ജോലി നേരത്തെ ചെയ്ത് തീർത്ത് കുറച്ച് ദിവസം ജോലി ചെയ്തു എന്നല്ലയോ? അവർ ഒരുമിച്ച് കുറച്ച് ദിവസം ജോലി ചെയ്തു എന്നല്ലയോ? അങ്ങനെ അവര് ഒരുമിച്ച് ആ ജോലി ആരംഭിച്ച് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ആര് പോകുന്നത്? എ പോകുന്നത്. അപ്പൊ ആ കുറച്ച് ദിവസങ്ങൾ നടന്ന ജോലി 50 വർക്കാണ് അവിടെ നടന്നിരിക്കുന്നത്. പക്ഷെ ഈ 50 വർക്ക് ചെയ്ത ആരാന്ന് വെച്ചാൽ എയും ബിയും കൂടെ ചേർന്നാണ് 50 വർക്ക് ചെയ്തേക്കുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അപ്പോൾ നോക്കാം, രണ്ടുപേരോട് ചേർന്ന് വർക്ക് ചെയ്താൽ രണ്ടുപേരുടെ എഫിഷ്യൻസി കൊടുക്കണം. അപ്പൊ നോക്കാം, എക്ക് ഒരു ദിവസം എത്ര ജോലിയുള്ള കഴിവുണ്ട്? എക്ക് ഒരു ദിവസം 3 ജോലിയുള്ള കഴിവുണ്ട്. അതേപോലെ എക്ക് മാത്രമല്ല ബിക്ക് ഒരു ദിവസം എത്ര ജോലിയുള്ള കഴിവുണ്ടെന്ന് വെച്ചാൽ 2 ജോലിയുള്ള കഴിവുണ്ട്. അപ്പോൾ എയും ബിയും കൂടെ നിന്ന് എത്ര? 50 ഡിവൈഡഡ് ബൈ 3 2 കൂടുമ്പോൾ 5. 50 ഒരു എയും ബിയും കൂടെ ഒരു ദിവസം 5 ജോലിയാണ് ചെയ്യുന്നത്. അങ്ങനെ 50 ജോലി ചെയ്യാൻ അവർ എത്ര ദിവസം എടുത്ത് വെച്ചാൽ 50/5 എന്ന് വെച്ചാൽ 10 ദിവസം. ആൻസർ 10 ദിവസം. ഈ 10 ദിവസം അവർ ചെയ്തു. 10 ദിവസം ഒരു ദിവസം 5 ജോലി വെച്ച് 10 ദിവസം കൊണ്ട് 50 ജോലി ചെയ്തതിനു ശേഷമാണ് എ നിർത്തി പോകുന്നത്. ബാക്കിയുള്ള 10 ജോലിയാണ് ബി പോയിട്ട് 5 ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്നത്. അപ്പോൾ അവർ ഒരുമിച്ച് എത്ര ദിവസം ജോലി ചെയ്തു എന്ന് വെച്ചാൽ 10 ദിവസം ജോലി ചെയ്തതിന് ശേഷമാണ് എ ജോലി നിർത്തി പോകുന്നത്. അപ്പൊ നമ്മുടെ ആൻസർ എ ഓപ്ഷൻ ആണ്, 10 ആണ്. അവർ ഒരുമിച്ച് എത്ര ദിവസം ജോലി ചെയ്തെന്ന് വെച്ചാൽ 10 ദിവസമാണ് ഒരുമിച്ച് ചെയ്തേക്കുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? വളരെ സിമ്പിൾ ആണ്, കാര്യമൊന്നുമില്ല. ഓക്കെ, നമുക്ക് ഈ എഫിഷ്യൻസിന്റെ ട്രിക്ക് ഒക്കെ മനസ്സിലായാൽ മതി. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്കോ. അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, ഒരാൾ പി എന്ന സ്ഥലത്തു നിന്നും 6 കിലോമീറ്റർ നേർരേഖയിൽ സഞ്ചരിച്ച് ഇടത്തോട്ട് തിരിഞ്ഞ് 3 കിലോമീറ്ററും വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞ് 10 കിലോമീറ്ററും നേർരേഖയിൽ സഞ്ചരിച്ച് ക്യൂ എന്ന സ്ഥലത്തെത്തുന്നു. പിയും ക്യൂവും തമ്മിലുള്ള ഏറ്റവും കുറഞ്ഞ അകലം എത്ര? ഇതുണ്ടല്ലോ. ഓക്കെ, കാര്യമൊന്നുമില്ല. നമുക്ക് ദാണ്ട് ഇവരെ അങ്ങനെ അങ്ങ് നടത്താം. നോക്കിയോ? ഓക്കെ, ഒരാൾ പി എന്ന സ്ഥലത്ത് നിന്നും ഇതാണ് പി എന്ന സ്ഥലം എന്ന് വിചാരിച്ചു. ഒരാൾ പി എന്ന സ്ഥലത്ത് നിന്നും 6 കിലോമീറ്റർ നേർരേഖയിൽ സഞ്ചരിച്ചു. അയാൾ എങ്ങോട്ട് പോകുന്നത്? നേർരേഖയിൽ സഞ്ചരിച്ചു. നിങ്ങൾക്ക് കിഴക്കോട്ട് പോകാനാണെങ്കിൽ കിഴക്കോട്ട് പോകാം. നിങ്ങൾക്ക് തെക്കോട്ട് പോകാനാണെങ്കിൽ തെക്കോട്ട് പോകാം. നിങ്ങൾക്ക് പടിഞ്ഞാറോട്ട് പോകാനാണെങ്കിൽ പടിഞ്ഞാറോട്ട് പോകാം. നിങ്ങൾക്ക് വടക്കോട്ട് പോകാനാണെങ്കിൽ താല്പര്യം വടക്കോട്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്തോട്ട് പോകാം. ഇന്നോടത്തോട്ട് പോകാൻ ക്വസ്റ്റ്യനകത്ത് പറയുന്നില്ല. ഇഷ്ടമുള്ളിടത്തോട്ട് പോയിക്കോ. ഞാൻ കിഴക്കോട്ട് അങ്ങ് പോവാം. ഇതിൽ ഇച്ചിരി വരയ്ക്കാൻ സ്ഥലമുള്ളൂ, അതുകൊണ്ട് ഞാൻ കിഴക്കോട്ട് അങ്ങ് വിടുക. ഓക്കെ ആണല്ലോ? എത്രയാണ്? പിയിൽ നിന്ന് ഒരാൾ പി എന്ന സ്ഥലത്ത് നിന്നും 6 കിലോമീറ്റർ നേർരേഖയിൽ സഞ്ചരിച്ചു. അപ്പൊ ഞാൻ 6 കിലോമീറ്റർ ആണ് ഇവിടെ അങ്ങോട്ട് സഞ്ചരിക്കുക. 6 കിലോമീറ്റർ അയാൾ നേർരേഖയിൽ സഞ്ചരിച്ചു. 6 കിലോമീറ്റർ സഞ്ചരിച്ചു എന്നതിന് ശേഷം നേർരേഖയിൽ സഞ്ചരിച്ചു, എന്നിട്ട് ഇടത്തോട്ട് തിരിഞ്ഞു. അപ്പൊ ഒരാൾ എങ്ങനെയാണോ സഞ്ചരിക്കുന്നത് അങ്ങനെ തന്നെ പേന കൊണ്ട് വെക്കുക. പേന കൊണ്ടുവന്നതിന് ശേഷം ഒരാൾ വലത്തേക്ക് തിരിഞ്ഞു, ഇടത്തേക്ക് തിരിഞ്ഞു എന്നൊക്കെ പറഞ്ഞാൽ പരീക്ഷയിൽ കിടന്ന് കറങ്ങരുത്. 1 2 കറക്കം കഴിയുമ്പോൾ അവർ നിങ്ങളെ പിടിച്ച് പുറത്താക്കും. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഒരാൾ വലത്തേക്ക് തിരിഞ്ഞു പറഞ്ഞാൽ ക്ലോക്കിലെ സൂചി തിരിയുന്ന പോലെ തിരിയണം. ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് പറയും. ഒരാൾ ഇടത്തേക്ക് പറഞ്ഞാൽ ക്ലോക്കിലെ സൂചിക്ക് എതിരെ തിരിയണം. ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് പറയും. എത്ര ഡിഗ്രി തിരിയണമെന്ന് വെച്ചാൽ 90 ഡിഗ്രി തന്നെ തിരിയണം. ഒരാൾ വലത്തേക്ക് തിരിയാൻ പറഞ്ഞു കഴിഞ്ഞാൽ 90 ഡിഗ്രി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും ഇടത്തേക്ക് തിരിയാൻ പറഞ്ഞാൽ 90 ഡിഗ്രി ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്കും നിങ്ങൾ തിരിഞ്ഞേക്കണം. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പോൾ ഒരാൾ കണ്ട് കിഴക്കോട്ട് വന്ന് ഇങ്ങനാണോ വന്ന് നിൽക്കുന്നത് അങ്ങനെ വന്ന് നിന്നു. ഇങ്ങനെ നിൽക്കുക. എന്നതിന് ശേഷം നോക്കണം, അതിന് ശേഷം സഞ്ചരിച്ച ശേഷം ഒരാൾ ഇടത്തോട്ട് തിരിഞ്ഞ് 3 കിലോമീറ്റർ ഇടത്തോട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരാൾ ഇടത്തോട്ട് പറഞ്ഞാൽ ആന്റി ക്ലോക്ക് വൈസ് ക്ലോക്കിലെ സൂചിക്ക് എതിരേതാ 90 ഡിഗ്രി തിരിഞ്ഞതിന് ശേഷം എത്ര? ഇടത്തോട്ട് തിരിഞ്ഞ് 3 കിലോമീറ്റർ സഞ്ചരിച്ചു. ഇവിടേക്ക്
അയക്കുന്ന ആൾ ഇടത്തേക്ക് തിരിഞ്ഞിട്ട് വേണ്ട ഒരു 3 കിലോമീറ്റർ അയാൾ സഞ്ചരിക്കുക. ഒരു 3 കിലോമീറ്റർ അയാൾ ഇവിടെ സഞ്ചരിച്ചു, 3 കിലോമീറ്റർ. എന്നതിന് ശേഷം വേണ്ട വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞ അയാൾ 10 കിലോമീറ്റർ സഞ്ചരിച്ചു. അപ്പൊ ഇവിടെ ഇങ്ങനെ വന്നിക്കുക, ഇങ്ങനെ ഇടത്തോട്ട് തിരിഞ്ഞ് 3 കിലോമീറ്റർ സഞ്ചരിച്ച അയാൾ ഇങ്ങനെ വന്നിക്കുക. ഇങ്ങനെ നിൽക്കുന്ന അയാൾ വലത്തേക്ക് ഞാൻ പറഞ്ഞാൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്ക് 90 ഡിഗ്രി തിരിയണം. ഇടത്തേക്ക് ഞാൻ പറഞ്ഞാൽ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്ക്, ക്ലോക്കിനെതിരെ 90 ഡിഗ്രി തിരിയണം. ഓക്കെ, അങ്ങനെ അയാൾ വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞ അയാൾ 10 കിലോമീറ്റർ സഞ്ചരിച്ചു എന്ന് പറഞ്ഞേ. വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞ് 10 കിലോമീറ്റർ സഞ്ചരിക്കുമ്പോൾ ചിലർക്ക് ഇവിടെ എത്തുമ്പോൾ തന്നെ ഇവിടെ ഇങ്ങോട്ട് ഇടത്തോട്ട് തിരിഞ്ഞിട്ട് 10 കിലോമീറ്റർ സഞ്ചരിച്ച് ചിലർക്ക് ഇവിടെ എത്തുമ്പോൾ തന്നെ അങ്ങ് 10 കിലോമീറ്റർ ആവും. ചിലർക്ക് ഇവിടെ എത്തുന്നതിന് മുന്നേ തന്നെ 10 കിലോമീറ്റർ ആയി കളയും. അവർ കേൾക്കാനാണ് പറയുന്നത് ഈ അകലം എത്രയാണ്, ഈ അകലം എന്ന് പറയുന്നത് 6 കിലോമീറ്ററാ. അപ്പൊ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള അകലം 6 ആകത്തോള്. അയാൾ 10 ആവണമെങ്കിൽ ബാക്കിയുള്ള 4 കിലോമീറ്റർ ഇങ്ങോട്ട് സഞ്ചരിക്കണം, അപ്പോഴേ അയാൾ 10 എത്തത്തോള്. അപ്പോൾ ആദ്യം 6 ഇങ്ങോട്ട് 6 ആണെങ്കിൽ തിരിച്ച് ഇങ്ങോട്ട് 3 പോയി വീണ്ടും ഇടത്തേട്ട് തിരിഞ്ഞിട്ട് അയാൾ 6 സഞ്ചരിച്ചു. മൊത്തത്തിൽ 10 സഞ്ചരിക്കേണ്ടത്. അപ്പൊ ഇവിടെ എത്തുമ്പോൾ അയാൾ 6 ആകത്തോളൂ. ഇത് 6 ആകുമ്പോൾ ഇത് 6 ആകത്തോളൂ. ബാക്കി 10 വരണമെങ്കിൽ നമുക്ക് 4 ഇങ്ങോട്ടൂടെ വരണം. ഓക്കെ, 10 കിലോമീറ്റർ സഞ്ചരിച്ച് നേരെ സഞ്ചരിച്ച് ക്യൂവിലെത്തിയാണ്. അയാൾ ക്യൂവിലെത്തി. ഓക്കെ ആണല്ലോ. ഇത് നോക്കിയോ, ക്യൂവിലെത്തി. ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എങ്കിൽ പിയും ക്യൂവും തമ്മിലുള്ള ഏറ്റവും കുറഞ്ഞ അകലം, എന്ന് വെച്ചാൽ ഇതാണ് പി, ഇതാണ് ക്യൂ, ഇതാണ് പിയും ക്യൂവും തമ്മിലുള്ള ഏറ്റവും കുറഞ്ഞ അകലം. ഞാൻ ഈ ഡോട്ട് ഇടുന്ന ഈ അകലമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഒറ്റ കാര്യം മാത്രം ആലോചിക്കുക. നമുക്ക് ഇവിടെ ഒരു മട്ട ത്രികോണം കിട്ടുന്നതാണ്. ഇതാണ് ഒരു മട്ട ത്രികോണം. ഈ മട്ടത്രികോണം കിട്ടും. മട്ടത്രികോണത്തിൽ ഇതാണ് മട്ടകോൺ. ഒരു മട്ടത്രികോണത്തിൽ മട്ടകോണിനെതിരെയുള്ള വശത്തെ നമ്മൾ കർണം എന്നാണ് വിളിക്കുന്നത്. കർണം മനസ്സിലായ? ബാക്കി 2 വശങ്ങളെ ചെറുവശങ്ങളെങ്കിൽ ഷോർട്ട് സൈഡ്സ്, ഒന്ന് പാദ, ഒന്ന് ലംബം. ഓക്കെ ആണല്ല? ഇംഗ്ലീഷിൽ കർണത്തെ ഹൈപ്പോട്ടനീസ് എന്ന് പറയും, ഇതിന്റെ ബേസ് എന്ന് പറയും, ഒന്ന് ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയും. മനസ്സിലാവുന്നുണ്ടല്ലോ? ഓക്കെ, അപ്പൊ കർണം കണ്ടുപിടിക്കാൻ ഇക്വേഷൻ റൂട്ട് ഓഫ് പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. അപ്പൊ കർണം സമം റൂട്ട് ഓഫ് പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ആണെങ്കിൽ ഹൈപ്പോട്ടനീസ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. അപ്പൊ ഒരു മട്ടത്രികോണം ഇതാണ് മട്ടത്രികോണം. ഈ മട്ടത്രികോണത്തിന്റെ ഇവിടം തൊട്ടുള്ള ഈ ഭാഗം 4. അപ്പൊ നമ്മൾ മട്ടത്രികോണം ഞാൻ ഈ വരച്ചൊക്കെ വേണ്ട മട്ടത്രികോണം മാത്രം ഞാൻ ഇങ്ങോട്ട് വരച്ചെടുത്തപ്പോൾ ഇതാണ് മട്ടകോൺ. ഈ കോണം ഇവിടം തൊട്ട് ഇവിടെയുള്ള നീളം ഇതാണ് 4. ഈ 4 കിട്ടി. ഇനി നിങ്ങൾ നോക്കിയേ, ഈ അകലം എന്ന് പറയുന്നത് 3 അല്ലേ? ഇത് 3 ആണെങ്കിൽ ഈ അകലം എത്ര തന്നെ ആയിരിക്കോ? 3 ആയിരിക്കത്തില്ലോ? ഇത് 3 ആയിരിക്കും. അപ്പൊ ഇതാവട്ടെ ലംബവും കിട്ടി 3, പാദവും കിട്ടി ലംബവും. മട്ടകോണിനെതിരെയുള്ള ഈ വശമാണ് ഈ കർണം. ഇതാണ് പി തൊട്ട് ക്യൂ വരെയുള്ള അകലം. അപ്പൊ നമുക്ക് ലംബം കണ്ടുപിടിക്കണ്ടേ? 4ന്റെ സ്ക്വയർ പ്ലസ് 3ന്റെ സ്ക്വയർ. 4ന്റെ സ്ക്വയർ 16, 3ന്റെ സ്ക്വയർ 9. 16 9 കുടുംബത്തിൽ ഇട്ടോ 25. 25ന്റെ റൂട്ട് എത്രയാണോ? 5. ഇയാൾ സഞ്ചരിച്ചത് എത്ര കിലോമീറ്റർ എന്നാണ്? 3 കിലോമീറ്റർ. അപ്പൊ 5 കിലോമീറ്റർ അകലെയാണ്. ഒക്കെയാണ് അയാൾ സഞ്ചരിക്കുന്ന വീട്ടിൽ നിന്ന് എത്ര കിലോമീറ്റർ അകലെയാന്ന് വെച്ചാൽ 5 കിലോമീറ്റർ ആണ്. ഓക്കെ, നമ്മുടെ ആ ഓപ്ഷൻ എന്ന് പറയുന്നത് സി ഓപ്ഷൻ ആണ്. 5 കിലോമീറ്റർ അകലെയാണ് ഇപ്പോൾ പിയിൽ നിന്ന് ക്യൂയിലേക്ക് നിൽക്കുന്ന അയാൾ തമ്മിലുള്ള ഏറ്റവും കുറഞ്ഞ അകലം എന്ന് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, നേരെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ഒരു ക്ലോക്കിലെ സമയം അതിന്റെ പ്രതിബിംബം കാണിക്കുന്ന സമയം തമ്മിൽ 3 മണിക്കൂർ 30 മിനിറ്റിന്റെ വ്യത്യാസമുണ്ട്. യഥാർത്ഥ ക്ലോക്കിലെ സമയമാവാൻ ഏറ്റവും അനുയോജ്യമായത് ഏത്? മനസ്സിലായി? യഥാർത്ഥ ക്ലോക്കിലെ സമയമാവാൻ ഏറ്റവും അനുയോജ്യമായത്. ഓക്കെ ആണല്ലോ? യെസ്. അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ 2 സമയങ്ങൾ തന്നിട്ടുണ്ട്. 2 സമയം. ഓക്കെ, അപ്പൊ എന്താണ് ഒരു ക്ലോക്കിലെ യഥാർത്ഥ സമയം എന്നിട്ട് കണ്ണാടിയിലെ പ്രതിബിംബത്തിലെ സമയം ചോദിച്ചാലും പ്രതിബിംബത്തിലെ സമയം എന്നിട്ട് യഥാർത്ഥ സമയം ചോദിച്ചാലും 2 കണ്ടീഷൻസ് ആണ് നമ്മൾ. ക്ലോക്കിലെ യഥാർത്ഥ സമയം തന്നിട്ട് കണ്ണാടിയിലെ പ്രതിബിംബത്തിലെ സമയം ചോദിച്ചാലും പ്രതിബിംബത്തിലെ സമയം തന്നിട്ട് ക്ലോക്കിലെ യഥാർത്ഥ സമയം ചോദിച്ചാലും പറയുന്ന സമയം 11 മണി മുതൽ 1 മണി വരെയുള്ള സമയമാണ് എങ്കിൽ നമ്മൾ 23:60 നിന്ന് കുറയ്ക്കണം. 1 മണിക്ക് ശേഷവും 11 മണിക്കിടയിലുള്ള സമയമാണെങ്കിൽ നമ്മൾ 11:60 നിന്ന് കുറയ്ക്കണം. അപ്പോൾ ഉദാഹരണം നമ്മൾ ഒരു ക്ലോക്ക് ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചോണം. ഇതാണ് പ്രതിബിംബം. ഇവിടെ നോക്കി പ്രതിബിംബം കാണുമ്പോൾ ഇവിടെ ഇത് 9, ഇത് 3, ഓക്കെ, ഇത് 6, ഇത് 12, ഓക്കെ, ഇത് 10, ഇവിടെ ഇത് 10 കൊടുക്കുക, ഇത് 11, ഓക്കെ, ഇത് 1, ഇത് 2, ഓക്കെ, 2. ഇങ്ങനെ പറയുന്നത് ഈ പറയുന്ന സമയം 11 മണിക്ക് 1 മണിക്ക് 11 മണിക്ക് 1 മണിക്ക് ഇടയിലുള്ളതാണെങ്കിൽ 11 മണി 1 മണി ആണെങ്കിൽ 23:60 നിന്ന് കുറയ്ക്കണം. അതേപോലെ 1 മണിക്ക് ശേഷം 11 മണിക്ക് ഇടയിലാണെങ്കിൽ നമ്മൾ 11:60 നിന്ന് കുറയ്ക്കണം പറയുന്ന സമയം. ഓക്കെ, നമുക്ക് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 4:45. 4:45 എന്ന് വെച്ചാൽ 1 മണിക്ക് ശേഷം 11 മണിക്ക് ഇടയിലല്ലോടെ 4:45 എന്ന് പറയുന്ന സമയം വരുന്നത്. 4:45 അപ്പൊ നമ്മൾ എത്രയിൽ നിന്ന് കുറയ്ക്കണം? 11:60 നിന്ന് കുറയ്ക്കണം. 11:60 നിന്ന് 4:45 കുറയ്ക്കുക. 4:45 കുറയ്ക്കുക. 4:45 15 4:15
4 15 കുറയ്ക്കാം. ഓക്കെ ആണല്ലോ. 60-ൽ നിന്ന് 15 കുറച്ചു. 60-ൽ നിന്ന് 15 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടിയോ? 45 എന്ന് കിട്ടി. ഓക്കെ, ഈസ്റ്റു ഇവിടത്തെ നമ്മൾ പോയിന്റ് കൊടുത്തിട്ട് എന്താ 11-ൽ നിന്ന് 4 കുറച്ചു. ഓക്കെ ആണല്ലോ. ബാക്കി എത്ര കിട്ടിയോ? 7 കിട്ടും. 7 45. അപ്പോ ക്ലോക്കിലെ സമയം ഇപ്പൊ നോക്കട്ടെ, ഒരു ക്ലോക്കിലെ സമയം അതിന്റെ പ്രതിബിംബത്തിലെ സമയം കാണിക്കുന്നു തമ്മിലുള്ള 3 മണിക്കൂർ വ്യത്യാസമുണ്ട്. ക്ലോക്കിലെ യഥാർത്ഥ സമയം ആവാൻ സാധ്യത. അപ്പൊ ഇതെല്ലാം തന്നിരിക്കുന്ന പ്രതിബിംബത്തിലെ സമയം. ഇതെല്ലാം ക്ലോക്കിലെ യഥാർത്ഥ സമയമാകാൻ കാണാൻ അനുയോജ്യമായ ഏതൊക്കെ? ക്ലോക്കിലെ യഥാർത്ഥ സമയമാവാൻ അനുയോജ്യം. ഓക്കെ, അപ്പൊ ഇതെല്ലാം യഥാർത്ഥ സമയം. അപ്പൊ പ്രതിബിംബത്തിലെ സമയമാണ് എത്ര എന്ന് പറയുന്നത്? പ്രതിബിംബത്തിലെ സമയമാണ് എത്ര? 7:45. 7:45 എന്ന് പറയുന്നത് പ്രതിബിംബത്തിലെ സമയമാണ്. അപ്പൊ 7:45 പ്രതിബിംബത്തിലെ സമയം. അപ്പൊ ക്ലോക്കിലെ സമയം എത്ര? 4:15. 4:15. അപ്പൊ പ്രതിബിംബത്തിലെ സമയം നമുക്ക് കിട്ടി എത്ര? 7:45. ക്ലോക്കിലെ സമയം നമുക്ക് കിട്ടി 4:15. ഇത് തമ്മിലുള്ള വ്യത്യാസം അവര് പറയുന്നത് പോലെ 3 മണിക്കൂർ 30 മിനിറ്റ് ആണെന്ന് നോക്കാം. അവിടെ 7 മണിയും 4 മണിയും തമ്മിലുള്ള വ്യത്യാസം. ഒരു കാര്യമുണ്ട്, ഫ്രണ്ടിൽ നിന്ന് ബാക്കിലോട്ട് പോകാനോ ബാക്കിൽ നിന്ന് ഫ്രണ്ടിലോട്ട് പോകാനൊന്നും അവർ പറയുന്നില്ല. നമുക്ക് ഈ സമയങ്ങൾ തമ്മിലുള്ള വ്യത്യാസം മാത്രം അറിഞ്ഞാൽ മതി. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പൊ 4:45. ഈ 4:45-ൽ നിന്ന് നമുക്ക് 7:45 4:15 കുറയ്ക്കാം. ഓക്കെ ആണല്ലോ. തമ്മിൽ കുറയ്ക്കുമ്പോൾ എത്ര? 45-ൽ നിന്ന് 15 കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും? ഇവിടെ 30 കിട്ടും. ഓക്കെ ആണല്ലോ. ഓക്കെ, 7-ൽ നിന്ന് 4 കുറച്ചാൽ 3 കിട്ടാം. അപ്പൊ 3 മണിക്കൂർ 30 മിനിറ്റിന്റെ വ്യത്യാസം. അപ്പൊ ഒന്നാമത്തെ അവർക്ക് പറയുന്നുണ്ട് ആ സമയങ്ങൾ തമ്മിലുള്ള വ്യത്യാസം 3 മണിക്കൂർ 30 മിനിറ്റ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ക്ലോക്കിലെ സമയം ഇതാണ്, കണ്ണാടിയിലെ പ്രതിബിംബത്തിലെ സമയം. ആ ക്ലോക്കിലെ സമയം കണ്ണാടിയിലെ പ്രതിബിംബത്തിലെ സമയം തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ 3 മണിക്കൂർ 30 മിനിറ്റിന്റെ വ്യത്യാസം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട്. ഒന്ന് 7:45, ഒന്ന് 4:15 തമ്മിലുള്ള വ്യത്യാസം 3 മണിക്കൂർ 30 മിനിറ്റ്. അപ്പൊ ഒന്നാമത്തെ കണ്ടീഷൻ ശരിയാ. ഒന്നാമത്തെ കണ്ടീഷൻ ശരിയാണ്. ഇനി അടുത്ത കണ്ടീഷൻ നോക്കാം. അടുത്ത കണ്ടീഷൻ കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 7 എത്ര പറയുന്ന സമയം 1 മണിക്ക് ശേഷം 11 മണിക്ക് ഇടയിലാണെങ്കിൽ നമ്മൾ എത്രയാണ് കുറയ്ക്കേണ്ടത്? 11:60 നിന്നല്ലേ കുറയ്ക്കണ്ടേ? 11:60-ൽ നിന്ന് ഞാൻ കുറയ്ക്കാൻ പോവാ. 7:35 അല്ലയോ? 7:35. 7:35 കുറയ്ക്കാം. 7:35 ആണോ 45 ആണോ തന്നെ? വെയിറ്റ്. അത് സമയം 7:35 അല്ല, 7:45 കേട്ടോ. 7:45 ആണേ. ഓക്കെ, വെയിറ്റ്. ഏഴ് 45. ഓക്കെ, 7:45 കേട്ടോ. അത് പറയാം എന്താ കാര്യം എന്ന് പറയാം. ഓക്കെ, ഓക്കെ 7:45 കുറയ്ക്കാം. നമുക്ക് തിരട്ടിയിടോ. ഇവിടെ 15 കിട്ടി, ഇവിടെ 15 കിട്ടി, ഇവിടെ തിരട്ടി 4 എന്നിട്ട് 4:15. ഓക്കെ, പ്രതിബിംബത്തിലെ സമയം എന്ന് പറഞ്ഞാൽ പ്രതിബിംബത്തിലെ സമയം എന്ന് പറയുന്നത് 4:45. ക്ലോക്കിലെ യഥാർത്ഥ സമയം എന്ന് വെച്ചാൽ 4:15. ക്ലോക്കിലെ യഥാർത്ഥ സമയം എന്ന് വെച്ചാൽ 7:45. അപ്പൊ നോക്കാം, 7:45-ൽ നിന്ന് എത്ര? 4:15 കുറയ്ക്കാം. 4:15. അപ്പൊ സമയങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ഇവിടെ കുറച്ചാൽ ഇതാ എത്ര? 3 മണിക്കൂർ 30 മിനിറ്റ്. 3 മണിക്കൂർ 30 മിനിറ്റ് വ്യത്യാസം ഇവിടെയും കിട്ടും. എന്തുകൊണ്ടാണെന്ന് ഞാൻ ഇങ്ങനെ ഇതെനിക്ക് പെട്ടെന്ന് ഡൗട്ട് തോന്നുന്നത് 35 എന്ന് പറയാൻ കാര്യം, എന്തായാലും ഈ പറയുന്ന 3 മണിക്കൂർ 30 മിനിറ്റ് നമ്മൾ വ്യത്യാസം 35 എന്ന് കുറച്ചാൽ ആ 15 മിനിറ്റിന്റെ വ്യത്യാസം കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ആ ക്വസ്റ്റ്യൻ ശരിയാണോ ഇല്ലയോ എന്നുള്ള കാര്യം നോക്കിയത്. ഇനി അതും എന്താ എനിക്ക് അങ്ങനെ തോന്നാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇത് പ്രൊഫഷണൽ ആൻസർ കീ തന്നിട്ടുണ്ടായിരുന്നു. പ്രൊഫഷണൽ ആൻസർ കീ എന്നപ്പോഴതിനകത്ത് രണ്ടും ശരിയാണെന്ന് തന്നെയാണ് പ്രൊഫഷണൽ ആൻസർ കീ. PSCയുടെ പ്രൊഫഷണൽ ആൻസർ കീ വന്നതിനകത്ത് 2 ശരിയാണെന്ന് തന്നെയാണ് അവർ പറഞ്ഞിരുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ 2 ശരിയാണെന്ന് പറഞ്ഞതുകൊണ്ട് എന്താണ് പിന്നെ നമുക്കൊരു ആൻസർ തെറ്റാവാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അതാണ് എനിക്ക് ടൈമിങ്ങിനകത്ത് എന്തോ വ്യത്യാസം ഉണ്ടെന്ന്. അപ്പോൾ ഇതിനകത്ത് 45 കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇത്രയും കാര്യങ്ങൾ കിട്ടി. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പൊ എന്താ ഇവിടുത്തെ 3 മണിക്കൂർ 30 മിനിറ്റ്, ഇവിടെ 3 മണിക്കൂർ 30 മിനിറ്റിന്റെ വ്യത്യാസമുണ്ട്. ഇവര് മുകളിൽ നിന്ന് താഴേക്കോ താഴെ നിന്ന് മുകളിലോട്ടോ കുറയ്ക്കാൻ അവർ പറയുന്നില്ല. വലിയ സംഖ്യയിൽ നിന്ന് ചെറുത് കുറയ്ക്കാനോ ചെറുതിൽ നിന്ന് വലുതിലേക്ക് കുറയ്ക്കാനോ അവരൊന്നും പറയുന്നില്ല. ഇപ്പൊ ഉദാഹരണം
ഉദാഹരണം 4 മണി മുതൽ 7 മണി വരെ ആണെങ്കിൽ 3 മണിക്കൂർ 4 മണിക്കൂർ. ഇപ്പൊ 7 മണി മുതൽ 4 മണി വരെ നമ്മൾ വീണ്ടും കറങ്ങി വരണ്ടായിടോ. 7 മണിയിൽ നിന്ന് വീണ്ടും 4 മണി വരുമ്പോൾ അവർ എങ്ങോട്ട് കുറയ്ക്കാനൊന്നും പറയുന്നില്ല. അതുകൊണ്ടാണ് ഈ രണ്ട് സമയങ്ങൾ തമ്മിലുള്ള വ്യത്യാസം കറക്റ്റ് 3 മണിക്കൂർ 30 മിനിറ്റ് തന്നെ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഇവർ രണ്ടും ശരിയാണെന്നാണ് PSC കൊടുത്തേക്കുന്ന ആൻസർ. ഇവ രണ്ടും ശരിയാണെന്നുള്ള C ഓപ്ഷൻ ആണ് അവർ കൊടുത്തിരിക്കുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, അപ്പൊ അതും ക്ലിയർ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. തന്നിരിക്കുന്ന സംഖ്യയിലെ അടുത്ത സംഖ്യ, ഓക്കെ ആണല്ലോ? ഇതാണ് 2, 2, 5, 20, 25, ഓക്കെ 150. അടുത്ത സംഖ്യ 2, നോക്കിയേ. ഇപ്പൊ നമ്മളെ വ്യത്യാസം നോക്കിയേ. ഇവിടെ തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ 3 ആണ്. ഇവിടെ അങ്ങനെ വ്യത്യാസം പറഞ്ഞാൽ ഇവിടെ 15 ആണ് വ്യത്യാസം. ഇതിനകത്ത് ഞാൻ സമയം കളയുന്നില്ല, പെട്ടെന്ന് ഞാൻ അങ്ങ് പറഞ്ഞു പോവാ. ഓക്കെ, ഇവിടെ 3 കൂട്ടി എത്ര? 2ന്റെ കൂടെ 3 കൂട്ടി, അതാണ് 5 എഴുതിയിരിക്കുന്നത്. ഇനി എന്താണെന്നറിയാം, ഇവിടെ അവർ ചെയ്തേക്കുന്നത് 4 ഗുണിക്കുകയോ ചെയ്തേക്കുന്നത്. 3 കൂട്ടുവാണെങ്കിൽ 4 ഗുണിക്കുകയോ ചെയ്തേക്കുന്നത്. എന്താ? 5നെ ഇവിടെ 4 ഗുണിച്ചായി 4 20, അതാണ് എഴുതിയേക്കുന്നത്. പിന്നെ എന്താണ്? 3 കൂട്ടി 4. അടുത്തെന്ന് വെച്ചാൽ എന്താണ്? ഇവിടെ 5 കൂട്ടുവാണ് ചെയ്തേക്കുന്നത്. 5 കൂട്ടുക. അപ്പൊ എന്താണ്? 20ന്റെ കൂടെ 5 കൂട്ടി, 20ന്റെ 5 കൂടെ കുടുംബത്തിൽ കിട്ടിയോ 25 എന്ന് കിട്ടി. 25 എന്ന് കിട്ടി. ഓക്കെ ആണല്ലോ? പിന്നെ അടുത്ത 6 ഗുണിക്കുവാണ് ചെയ്യുന്നത്. അടുത്തത് 6 ഗുണിക്കുവാണ് ചെയ്യുന്നത്. 6 ഗുണിക്കുക. അപ്പൊ എന്താണ് ഇത്? 25 ഗുണം 6, 25 ഗുണം 6 എന്ന് വെച്ചാൽ 150 എന്ന് കിട്ടി. ഓക്കെ ആണല്ലോ? അപ്പൊ ആദ്യം എന്ത് ചെയ്ത്? 3 കൂട്ടി 4 ഗുണിച്ച്, 5 കൂട്ടി 6 ഗുണിച്ചു. മനസ്സിലായല്ലോ? അപ്പൊ 3 കൂട്ടി 4 ഗുണിച്ചു, 5 കൂട്ടി 6 ഗുണിച്ചു. ഇനി അടുത്ത അപ്പം എന്തായിരിക്കണം? 7 കൂട്ടണം. 7 കൂട്ടാല്ല. അപ്പൊ എത്രയാണോ? 150ന്റെ കൂടെ 7 കൂടെ കൂട്ടുമ്പോൾ നമ്മുടെ ആൻസർ 157 എന്നുള്ള ആൻസർ കിട്ടും. 157 D ഓപ്ഷൻ ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അപ്പൊ ഇവിടെ ചെയ്തേക്കുന്നത് ഒന്നിടവിട്ടാണ് 3, 4, 5, 6 എന്നുള്ള 6, 7 എന്നുള്ള ഫോർമാറ്റ് ആണ് പോകുന്നത്. പക്ഷെ ഇവിടെ 3 കൂട്ടുമ്പോൾ അടുത്തടുത്ത് 4 ഗുണിക്കുക, അടുത്ത 5 കൂട്ടുമ്പോൾ 6 ഗുണിക്കുക, അടുത്ത 7 കൂട്ടുക, അടുത്ത വരുമ്പോൾ 8 ഗുണിക്കണം. മനസ്സിലായോ? ആ ഫോർമാറ്റിലാണ് പോകുന്നത്. നമ്മുടെ ഓപ്ഷൻ D ഓപ്ഷൻ ആണ്. 157 എന്നുള്ള ആൻസർ ആണ് നമുക്ക് ഇവിടെ വരുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, നേരെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്നത് ഒറ്റയാനെ കണ്ടെത്തും. ഒറ്റയാനെന്ന് വെച്ചാൽ ഏതൊക്കെയാണ്? 24 തന്നിട്ടുണ്ട്, 60 തന്നിട്ടുണ്ട്, 120 തന്നിട്ടുണ്ട്. ഓക്കെ ആണല്ലോ? 348 തന്നിട്ടുണ്ട്. 348. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പൊ അതുണ്ട് ഇവിടെ എന്താണ് ചെയ്തേക്കുന്നത് വെച്ചാൽ ഒറ്റ കാര്യമുള്ളൂ. 3ന്റെ ക്യൂബ് മൈനസ് 3. സമയം പെട്ടെന്ന് പറയാം. 3ന്റെ ക്യൂബ് മൈനസ് 3. 3ന്റെ ക്യൂബ് എത്ര? 27. 27 നാം 3 കുറയ്ക്കുന്നതാണ് 24. ഓക്കെ ആണല്ലോ? അടുത്തത് 3 കഴിഞ്ഞാൽ അടുത്തത് 4. 4ന്റെ ക്യൂബ് മൈനസ് 4. 4ന്റെ ക്യൂബ് മൈനസ് 4. ഓക്കെ, 4ന്റെ ക്യൂബ് മൈനസ് 4 എന്ന് വെച്ചാൽ 4ന്റെ ക്യൂബ് എത്ര? 4 16 ഗുണം 4 64. 64 4 കുറയ്ക്കുമ്പോൾ എത്ര ഇട്ടോ? 60. അതാണ് എഴുതിയിരിക്കുന്നത്. അടുത്തത് 5ന്റെ ക്യൂബ് മൈനസ് 5. 5ന്റെ ക്യൂബ് എന്ന് വെച്ചാൽ 125. 125 5 കുറയ്ക്കുമ്പോൾ എത്ര ഇട്ടോ? 120 എന്ന് കിട്ടും. അടുത്ത എത്ര ആണോ? 5ന്റെ ക്യൂബ് കഴിഞ്ഞാൽ അടുത്ത 6ന്റെ വന്നിട്ടില്ല. പിന്നെ എത്ര? 6ന്റെ ക്യൂബ് എത്ര? 216 ആണ്. 216 തന്നിട്ടുണ്ടായിരുന്നു. തന്നിട്ടുണ്ട്. 6ന്റെ ക്യൂബ് ഇവിടെ തന്നിട്ടുള്ളൂ. സോറി, ഞാൻ ഇവിടെ എഴുതാൻ മറന്നു. ഓക്കെ, 120 കഴിഞ്ഞാൽ 210. 348. ഓക്കെ ആണല്ലോ? 6ന്റെ ക്യൂബ് മൈനസ് 6. 6ന്റെ ക്യൂബ് എത്ര? 216. 216 മൈനസ് 6 സമയത്ത് ഇട്ടിടോ 210. അടുത്തപ്പോൾ സ്വാഭാവികമായി എന്ത് വരണം? 7ന്റെ ക്യൂബ് മൈനസ് 7 അല്ലയോ വരേണ്ടത്? 7ന്റെ ക്യൂബ് എത്ര? 343. 343 7ന്റെ ക്യൂബ് എത്ര? 343. 343 സ്വാഭാവികമായും എത്ര കുറയ്ക്കണം? 7 കുറയ്ക്കണം. 343 7 കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടണോ? 336 കിട്ടണം. 336. 336 4 കൂടുമ്പോൾ 340, 40 300 അപ്പൊ 336 ആണ് യഥാർത്ഥത്തിൽ വരേണ്ടത്. പക്ഷെ ഇവിടെ വന്നേക്കുന്നത് എത്രയാണ്? 348 ആണ് തന്നേക്കുന്നത്. 348 ആണ്. അപ്പൊ B ഓപ്ഷൻ ആണ് നമ്മുടെ തെറ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഇവിടെ എന്താണ്? 3ന്റെ ക്യൂബ് മൈനസ് 3, 4ന്റെ ക്യൂബ് മൈനസ് 4, 5ന്റെ ക്യൂബ് മൈനസ് 5, 6ന്റെ ക്യൂബ് മൈനസ് 6. അപ്പൊ 7ന്റെ ക്യൂബ് മൈനസ് 7 ആണ് വരേണ്ടത്. 7ന്റെ ക്യൂബ് 343. 343 നിന്ന് 7 കുറയ്ക്കുമ്പോൾ 336 ആണ് വരേണ്ടത്. പക്ഷെ ഇവിടെ വന്നിരിക്കുന്നത് 348 ആണ്. അപ്പോൾ D ഓപ്ഷൻ ആണ് നമ്മുടെ തെറ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒറ്റ. ഓക്കെ ആണല്ലോ? 2024 ജനുവരി 1 തിങ്കളാഴ്ചയാണെങ്കിൽ 2127 ജനുവരി 1 ഏത് ദിവസമായിരിക്കും?
ഓക്കെ ആണല്ലോ 2000. ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമ്മളിവിടെ കലണ്ടർ എന്ന് പറയുന്ന ടോപ്പിക്ക് നമ്മുടെ ആപ്പിനകത്ത് നമ്മൾ ഈ പറയുന്ന പല ക്വസ്റ്റ്യൻസ് നമ്മളെ ആപ്പിനകത്ത് ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇതൊന്നുണ്ടോ കലണ്ടർ എന്ന ടോപ്പിക് എടുത്ത സമയത്ത് നമ്മളെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു. ഒരു ഡേറ്റ് മാത്രം നമ്മൾ 1947 ഓഗസ്റ്റ് 15 ഏത് ദിവസം വന്നു, അല്ല 1950 ജനുവരി 26 ഏത് ദിവസം എന്നൊക്കെ PSC ചോദിച്ചിട്ടുള്ള പല ക്വസ്റ്റ്യൻസ് നമ്മൾ അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തന്നിട്ടുള്ള ആപ്പിനകത്ത് ക്ലാസ് കയറിയിട്ടുള്ളവർക്കറിയാം. അതിനകത്ത് നമ്മൾ പഠിപ്പിച്ചിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു. ഇതൊറ്റ കാര്യം മാത്രം ആലോചിക്കുക. നോക്കില്ല, ആ 2024 to 2124 എത്ര വർഷത്തെ വ്യത്യാസം ഉണ്ടെന്ന് വെച്ചാൽ 100 വർഷത്തെ വ്യത്യാസമുണ്ട്. 100 വർഷം 2024 to 2124 വരെ എന്ന് വെച്ചാൽ 100 വർഷത്തെ വ്യത്യാസമുണ്ട്. ഞാൻ അവിടെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. 100 വർഷത്തിനിടയിൽ എത്ര ഒറ്റ ദിവസങ്ങളുണ്ടെന്ന് വെച്ചാൽ 5 ഒറ്റ ദിവസങ്ങളുണ്ട്. ഓഡ് ഡേയ്സുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ എന്ന് പറയുന്നത് എത്രയാണ്? 5 എണ്ണമാണ്. 5 ഓഡ് ഡേയ്സ് ആണ് ഉള്ളത്. മനസ്സിലായല്ലോ? 100 വർഷത്തിൽ എത്ര ഒറ്റ ദിവസം ഉണ്ടോ? 5 ഒറ്റ ദിവസം ഉണ്ട്. 200 വർഷത്തിൽ, അത് നമ്മളവിടെ പറഞ്ഞിട്ടില്ല, 200 വർഷത്തിൽ ഓഡ് ഡേയ്സുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ 3 എണ്ണമാണ്. 200 വർഷത്തിൽ എത്രയാണ്? 3 ഓഡ് ഡേയ്സുകളാണ് ഉള്ളത്. ഓക്കെ ആണല്ലോ? 300 വർഷത്തിൽ എത്ര ഓഡ് ഡേയ്സുകൾ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരെണ്ണമാണുള്ളൂ. ഒരെണ്ണം. മനസ്സിലായല്ലോ? 300. അപ്പൊ എത്ര? 100 വർഷത്തിൽ എത്ര എണ്ണം ഉണ്ട്? 5 എണ്ണം ഉണ്ട്. 200 വർഷത്തിൽ എത്ര? അത് 3 എണ്ണമാണ്. 300 വർഷത്തിൽ എത്രയാണ്? അത് ഒരെണ്ണമാണ്. മനസ്സിലായല്ലോ? ഓക്കെ. ഇനി അടുത്ത 400 വർഷത്തിൽ എത്ര എണ്ണമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 0 ആണ്. നമ്മൾ അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ വിശദമായിട്ടുള്ള കാരണങ്ങൾ എന്താണൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളത്. 100 വർഷത്തിൽ 5 ഒറ്റ ദിവസം. 200 ആകുമ്പോൾ 10 വരും. 10നെ എന്താണ്? 10നെ ഒരു 7 പോയാൽ ബാക്കി 3. അടുത്ത 300 വർഷം ആകുമ്പോൾ 15 വരും. 15, 7, 14 ഒക്കെ 1. 400 വർഷം 14, 20. അപ്പോൾ ശിഷ്ടം 6 ആണ് വരേണ്ടത്. 3, 7, 14 ഇഷ്ടം 6 ആണ് വരേണ്ടത്. പക്ഷെ ഒരു കാര്യമുണ്ട്, 400 വർഷത്തിൽ ഒരിക്കലാണ് നൂറ്റാണ്ടുകളായിട്ടുള്ള ലീപ്പ് ഇയർ വരുന്നത്. അപ്പോൾ ഒരു ദിവസം അധികം വരും. അപ്പൊ 20 + 1 21, 23, 21 ഇഷ്ടം 0 വരും. അതാണ് അതിന്റെ കണ്ടീഷൻ. ഓക്കെ, അപ്പൊ 100 വർഷത്തിൽ എത്ര ഒറ്റ ദിവസം ഉണ്ട്? 5 ഒറ്റ ദിവസം. 200 വർഷത്തിൽ 3 ഒറ്റ ദിവസം. 300 വർഷത്തിൽ 1 ഒറ്റ ദിവസം. 400 വർഷത്തിൽ 0 ഒറ്റ ദിവസം. ഇവിടെ പറഞ്ഞേക്കുന്ന എത്ര? 2024 ജനുവരി 1 തിങ്കളാണെങ്കിൽ, 2024 ജനുവരി 1 തിങ്കളാണെങ്കിൽ 2124 ജനുവരി 1 ദിവസം. അപ്പൊ ഈ 100 വർഷം എടുത്തിട്ടുണ്ട്. ഈ 100 വർഷത്തിനകത്ത് എത്ര ഒറ്റ ദിവസം വരുമെന്ന് വെച്ചാൽ, ഈ 100 വർഷത്തിനകത്ത് എത്ര ഒറ്റ ദിവസം വരും നമ്മൾ കാണാതെ പഠിച്ചു വെച്ചിട്ടുണ്ട്. എത്ര? 5 ഒറ്റ ദിവസം. അപ്പൊ എന്തുവാ? ഈ പറയുന്ന ജനുവരിയുടെ കൂടെ 5 ദിവസം, തിങ്കളിന്റെ കൂടെ 5 ദിവസം കൂടെ കഴിഞ്ഞാൽ മതി. തിങ്കൾ പ്ലസ് 5, തിങ്കളുടെ കൂടെ 5 ദിവസം കൂടെ കൂട്ടുന്നതാണ്. തിങ്കളുടെ കൂടെ 5 ദിവസം കൂടെ കൂട്ടുമ്പോഴാണ് തിങ്കളുടെ കൂടെ 5 ദിവസം കൂട്ടാം. 5 ദിവസം കൂട്ടാൻ പറഞ്ഞാൽ 2 ദിവസം ബാക്കിലോട്ട് എടുത്താൽ മതി. 5ഉം 2ഉം അല്ലൂടെ 7, 5ഉം 2ഉം ആണ് 7. അപ്പൊ 5 ദിവസം കൂട്ടാൻ പറഞ്ഞാൽ 2 ദിവസം പുറമോട്ട് എടുത്താലും മതി. അപ്പൊ തിങ്കളിൽ നിന്ന് 2 ദിവസം പുറമോട്ട് എടുക്കുമ്പോൾ ഞായർ, ശനി ആയിരിക്കും ആൻസർ. അല്ലെ 5 ദിവസം ഫ്രണ്ടിലോട്ട് കൂട്ടിയേ തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി. നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ തിരിട്ടുള്ളൂ ശനി എന്നുള്ള ആൻസർ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇവിടുത്തെ ആൻസർ ശനിയാണ്. അപ്പൊ 100 വർഷത്തിൽ 100 വർഷം കറക്റ്റ് 100 വർഷം തന്നെ വരുന്നുണ്ട്. 2024 ജനുവരി 1 തിങ്കളാക്കി 2124 ജനുവരി 1 എന്നുള്ളത് വരുമ്പോൾ കറക്റ്റ് 100 വർഷത്തിന്റെ വ്യത്യാസം വന്നാൽ 5 ഒറ്റ ദിവസം ഉള്ളത്. അപ്പൊ അത് 200 ആണ്. 2200 ആണ് പറയുന്നുണ്ടെങ്കിൽ അപ്പൊ 3 ദിവസത്തെ ഒറ്റ ദിവസം വരും. 2300 ആണ് പറയുന്നതെങ്കിൽ ഓരോ ദിവസം വരും. 2400 ആണെങ്കിൽ 0 ജനുവരി തന്നെ അതിന്റെ ആൻസർ ആയിട്ട് വരും. ഓക്കെ ആണല്ലോ? അപ്പൊ ഇവിടുത്തെ 100 വർഷം വന്നുകൊണ്ട് ആൻസർ ശനി ആയിരിക്കും ആൻസർ വരുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇത് നമ്മുടെ നോക്കിയേ, നിങ്ങൾ എപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കുക. നമ്മൾ എപ്പോഴും പരീക്ഷ എഴുതി വേണം നമ്മൾ എപ്പോഴും ഇമ്പ്രൂവ്മെന്റ് ചെയ്യാൻ. എപ്പോഴും നിങ്ങൾ അതിനെ കുറെ നോട്ട്സുകൾ കാണാതെ പഠിച്ചു വെച്ചിട്ട് കാര്യമില്ല. എപ്പോഴും പരീക്ഷകൾ എഴുതണം, ടെസ്റ്റ് സീരീസുകൾ എഴുതണം. സീരീസിൽ എഴുതി അപ്പോഴാണ് നിങ്ങൾക്ക് അതിന്റെ സ്പീഡ് കിട്ടുന്നത്. എങ്ങനെ പെട്ടെന്ന് പരീക്ഷ എഴുതി പാസ്സാവാൻ പറ്റും, അല്ലെങ്കിൽ എങ്ങനെ പരീക്ഷ സ്പീഡിൽ എഴുതാൻ പറ്റും, എനിക്ക് എവിടൊക്കെയാണ് മിസ്റ്റേക്കുകൾ വരുന്നത് എന്നറിയണമെങ്കിൽ ഏറ്റവും കൂടുതൽ പരീക്ഷകൾ എഴുതി തന്നെ ശീലിക്കണം. അതിൽ നമ്മളൊരു ടെസ്റ്റ് സീരീസ് തുറന്നിട്ടുണ്ട്. ഇനി പരീക്ഷ എഴുതി പഠിക്കാൻ ഉടൻ തന്നെ ജോയിൻ ചെയ്യുന്നു. ഓക്കെ, ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ ടെസ്റ്റ് സീരീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ ടെസ്റ്റ് സീരീസ് ആണ് ഉള്ളത്. മനസ്സിലായി? ഡിഗ്രി ലെവൽ പ്രിലിംസിനകത്ത് 1500 മേളിൽ ക്വസ്റ്റ്യൻസ് ഉള്ള ഒരു ടെസ്റ്റ് സീരീസ് നമ്മൾ ചെയ്യുന്നത്. 199 രൂപയാണ് അതിന്റെ പ്രൈസ് എന്ന് പറയുന്നത്. 199 രൂപയ്ക്കാണ് നിങ്ങൾക്ക് 1500 മേളിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് അതിന്റെ എക്സ്പ്ലനേഷൻ എല്ലാം തരുന്ന ഒരു ടെസ്റ്റ് സീരീസ് ആണ് നമുക്ക് ഇവിടെ ചെയ്യുന്നത്. അടുത്ത രണ്ടാമത്തേത് വെച്ചാൽ വിദ്യാരംഭം എന്ന് പറയുന്ന നമ്മുടെ ഇപ്പോഴത്തെ ഒരു കോഴ്സ് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ അറിയാമല്ലോ, വിദ്യാരംഭത്തിന്റെ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്ത് അത് ക്ലോസ് ചെയ്ത് രണ്ടാമത്തെ ബാച്ച് നമ്മുടെ ക്ലോസിംഗിൽ നിൽക്കുകയാണ്. ഇപ്പൊ നമ്മുടെ ഒരു ക്രിസ്മസ് ഓഫർ ഉണ്ട്. ക്രിസ്മസ് ഓഫർ എന്ന് പറയുന്നത് ഡിസംബർ 19 നമ്മൾ ഓഫർ ക്ലോസ് ചെയ്യുന്നതായിരിക്കും. വെറും 100 പേർക്കുള്ള സീറ്റ് കൂടെ മാത്രം നമുക്ക് അതിനകത്തുള്ളൂ, അവൈലബിലിറ്റി ഉള്ളൂ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ അപ്പൊ പ്രത്യേകിച്ച് 100 സീറ്റും കൂടെ ഇപ്പോൾ ഉള്ളൂ. അതോടുകൂടി ചിലപ്പോൾ ഒരുപക്ഷെ ബാച്ച് നമ്മൾ ക്ലോസ് ചെയ്യും. പുതിയ ബാച്ച് തുടങ്ങുന്നതിനെ കുറിച്ച് നമ്മൾ തീരുമാനിച്ചിട്ടില്ല. ഓക്കെ, പുതിയ കോഴ്സുകളൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് അപ്പൊ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കയറാമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓഫർ പ്രൈസിൽ. ഓക്കെ, അപ്പൊ നമ്മൾ കണ്ട ഈ പറഞ്ഞതുപോലെ തന്നെ ഇതിന്റെ ഓഫർ പ്രൈസ് എന്ന് വെച്ചാൽ
കഴിഞ്ഞാൽ 499 രൂപയാണ്. ഓക്കെ ആണല്ലോ. നേരത്തെ നമ്മളത് 699 രൂപയ്ക്കാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ആ ഡിസംബർ 19 നമ്മുടെ ഓഫർ തീരുകയാണ്. നമ്മുടെ ഈ ബാച്ചിൽ വെറും 100 പേർക്കുള്ള വേക്കൻസി ഉള്ളൂ. ആ 100 പേരുടെ നമ്മുടെ ആ ബാച്ച് ക്ലോസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. പുതിയ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ പ്രൈസ് ഒക്കെ ഒരുപാട് മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. നമ്മുടെ ക്ലാസ്സിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ 500 മണിക്കൂറിൽ കൂടുതൽ ക്ലാസ് നമ്മൾ റെക്കോർഡഡ് ക്ലാസ്, ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ് നിങ്ങൾക്ക് തരുന്നുണ്ട്. അതേപോലെ തന്നെ എൻ്റെ എല്ലാ ടോപ്പിക്കും അതിനകത്ത് എടുക്കുന്നുണ്ട്. ഏതാണ് മാത്സ് എടുക്കുന്നുണ്ട്, മെന്റൽ എബിലിറ്റി എടുക്കുന്നുണ്ട്, അതേപോലെ ആപ്റ്റിറ്റ്യൂഡ്, പിന്നെ ഏതാണ് ഇംഗ്ലീഷ്, അങ്ങനെ എല്ലാ സബ്ജക്ട്, GK സബ്ജക്റ്റുകളും സയൻസ് സബ്ജക്റ്റുകളും എല്ലാം എടുക്കുന്നുണ്ട് നമ്മൾ ഈ ടോപ്പിക്. ഈ കോഴ്സിനകത്ത് 1 വർഷത്തെ വാലിഡിറ്റിയാണ്. 365 ദിവസമാണ് നമ്മുടെ കോഴ്സിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, നല്ല അടിപൊളി ഒരു കോഴ്സാണ്. വെറും 499 രൂപയ്ക്ക് ഇത്രയും ദിവസങ്ങളായിട്ട് നല്ല കോഴ്സ് ഇത്ര വേറെ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, അത്രയ്ക്ക് നല്ല സൂപ്പർ കോഴ്സാണിത്. ഓക്കെ ആണല്ലോ. നമുക്ക് നേരെ അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എപ്പോഴും പരീക്ഷ എഴുതി തന്നെ തെളിയണം. പരീക്ഷ എഴുതിയാണ് നമ്മൾ തെളിയേണ്ടത്. അതേപോലെ അതിനുവേണ്ടി നമ്മൾ തുടങ്ങിയ കമ്പനി ബോർഡ് LGS ഒരു ടെസ്റ്റ് സീരീസ് ആണ്. അതും 1500+ ക്വസ്റ്റ്യൻസ് ആണ് അതിനകത്തുള്ളത്. മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്ത് ശീലിക്കുക. അപ്പൊ നമ്മുടെ സമയം നമുക്ക് എപ്പോഴും ലാഭിക്കാൻ പറ്റും. ആ ഒരു ടെസ്റ്റ് സീരീസിന്റെ നമുക്ക് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 99 രൂപയാണ്. 999 രൂപയുടെ നമുക്ക് വെറും 99 രൂപയാണ് അതിന്റെ ടെസ്റ്റ് സീരീസ്, അതിന്റെ എക്സ്പ്ലനേഷൻ എല്ലാം കൂടെ ചേർത്തുള്ള ടെസ്റ്റ് സീരീസ് ആണ് നമ്മൾ ഇതിനകത്ത് നടത്തുന്നത്. 99 രൂപയ്ക്കാണ് അത് കൊടുക്കുന്നത്. നിങ്ങൾ ഈ 99 രൂപയ്ക്ക് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് നല്ല മുതലാവും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ക്വസ്റ്റ്യൻസ് അതിനകത്തുണ്ട്, നിങ്ങൾ അത്രയും ഇമ്പ്രൂവ് ആവുക ചെയ്യുന്നത്. അതുകൊണ്ട് അത് നല്ലൊരു കോഴ്സാണ്. അപ്പോൾ LGS, കമ്പനി ബോർഡ് LGS ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ നല്ലൊരു ടെസ്റ്റ് സീരീസ് ആണ് ഇതിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മാത്സ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ അടുത്ത ദിവസം ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന്റെ പരീക്ഷ എഴുതാൻ പോവുകയാണ്. ഓക്കെ, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന്റെ പരീക്ഷ എഴുതാൻ പോകുമ്പോൾ നിങ്ങൾ എല്ലാവർക്കും അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും. നല്ലവണ്ണം പരീക്ഷ എഴുതാൻ പറ്റും. അപ്പൊ നിങ്ങളെല്ലാം പഠിച്ചിട്ടിരിക്കുമെന്ന് നമുക്കറിയാം. നല്ലോണം പരീക്ഷ എഴുതാൻ പറ്റും. പരീക്ഷ ഹാളിൽ പോയിട്ട് നമ്മൾ സ്മാർട്ട് വർക്ക് വേണം ചെയ്യാൻ, അല്ലാതെ ഹാർഡ് വർക്ക് അല്ല ചെയ്യേണ്ടത്. അവിടെ സ്മാർട്ട് വർക്ക് ആണ് ചെയ്യുന്നത്. ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നിങ്ങൾ നല്ലോണം പഠിച്ചിട്ടിരിക്കുന്ന വിദ്യാർത്ഥിയാണ്, നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ കിട്ടുന്നില്ല എന്ന് വിചാരിച്ചോ, എങ്കിൽ അതിന്റെ പുറകെ ഇരുന്ന് തല ഉണ്ടാക്കി വേറെ സമയം കാര്യം ടെൻഷൻ അടിക്കരുത്. ആ ക്വസ്റ്റ്യൻ അങ്ങ് വിട്ടേക്കുക. കാരണം എന്താ അറിയോ, നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തെങ്കിൽ ആർക്കും അറിഞ്ഞുകൂടാ. കാര്യം നിങ്ങൾ പഠിച്ച നിങ്ങൾക്ക് കിട്ടുന്നില്ല എങ്കിൽ ആർക്കും അത് കിട്ടത്തില്ല. ആ ക്വസ്റ്റ്യൻ ടൈറ്റ് ആയിരിക്കും. ചില മാത്സിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുമ്പോൾ ഒരുപാട് സമയം എടുക്കുമായിരിക്കും. അങ്ങനെ സമയം എടുക്കുന്ന അല്ലെ ആൻസർ ചെയ്തിട്ട് കിട്ടുന്നില്ല, അതിന്റെ പുറകെ പോരും. അത് പോട്ടെ, ചിലപ്പോൾ ആ ക്വസ്റ്റ്യൻ ആൻസർ കാണത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? അതങ്ങ് കളഞ്ഞേക്കണം. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളിപ്പോ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ എടുത്ത് വായിച്ച് സമയം കളയരുത്. മനസ്സിലായോ? ആദ്യം ചെയ്യേണ്ട പരിപാടി ഒറ്റ നോട്ടത്തിൽ വായിക്കാൻ പറ്റുന്ന GK അങ്ങ് ചെയ്ത് മാറ്റുക. ഇംഗ്ലീഷ് ഉണ്ടോ അതങ്ങ് ചെയ്ത് മാറ്റുക. അതേപോലെ തന്നെ മാത്സ് ഉണ്ടോ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന, സമയം എടുക്കുന്ന മാത്സ് ഒക്കെ മാറ്റിയിട്ടേക്കുക. എന്നിട്ട് ഒറ്റയടിക്ക് എല്ലാം ചെയ്യാൻ പറ്റുന്ന, പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്ന എല്ലാം നമ്മൾ ചെയ്ത് വെക്കുക. പിന്നീട് സമയം എടുക്കുന്ന ക്വസ്റ്റ്യൻസ്, അപ്പോൾ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ, അപ്പൊ നിങ്ങൾക്ക് ഒരു ടെൻഷൻ മാറി കിട്ടും. അറിയാവുന്ന എല്ലാം നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ പേരൊക്കെ വായിച്ചു നോക്കുമ്പോൾ നമ്മൾ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആൻസർ. കാര്യം നമ്മൾ ടെൻഷൻ ഇല്ല, നമ്മളെല്ലാം ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പെട്ടെന്ന് ഈ ആൻസറും കിട്ടും. ഇനി അഥവാ ഒരു 3-4 സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുള്ളൂ, 2-3 ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോട്ടെ. പക്ഷെ അറിയാവുന്ന കുറെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്ത് മാറ്റി. ഈ സ്റ്റേറ്റ്മെന്റിന്റെ പുറകെ കുറെ നേരം ഇരുന്ന് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് അവസാനം ചെയ്യാൻ പറ്റാത്ത അവസ്ഥ അതിലേക്ക് വരരുത്. മാത്സ് ചെയ്ത് കിട്ടുന്നില്ല, വിട്ടേരെ. അവസാനം ഇതെല്ലാം കഴിഞ്ഞിട്ട് ശേഷം നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കിയാൽ മതി. ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ ആ ക്വസ്റ്റ്യൻ ആൻസർ കാണത്തില്ല. അപ്പോൾ എപ്പോഴും നമുക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ആദ്യം ചെയ്ത് മാറ്റിയതിനു ശേഷമേ ഇതുപോലെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസിലൊക്കെ നിങ്ങൾ പോകാവുള്ളൂ, അല്ലെങ്കിൽ സമയം കളയുന്നതിലേക്ക് പോകാവുള്ളൂ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ജോലി കിട്ടും. എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക. എല്ലാവരും സൂപ്പറാണ്. നാളെ എഴുതാൻ പോകുന്ന പരീക്ഷയ്ക്ക്, അടുത്ത ദിവസം എഴുതാൻ പോകുന്ന പരീക്ഷയ്ക്ക് എല്ലാവർക്കും എൻ്റെ വിജയാശംസകൾ. ഓക്കെ, ബൈ.